Hi, good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon. എനിക്ക് നിങ്ങളുടെ ടോട്ടൽ സ്ട്രെങ്ത് അറിയില്ല, എന്നാലും ക്ലാസ്സിൽ കയറിയവർക്ക് അറിയായിരിക്കും ഒരു ഓൾമോസ്റ്റ് എത്ര പേരൊക്കെ കയറാറുണ്ട്. ഫസ്റ്റ് ഡേ ആണ് ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ. ഇത് 47, 48 ആൾക്കാരൊക്കെ കയറാറുണ്ട്. കയറാറുണ്ട് അല്ലേ? നമുക്ക് എന്തായാലും 1:30 ആണ് നമ്മുടെ സെഷൻ. നമ്മളൊരു 2 minutes കൂടി എക്സ്ട്രാ വെയിറ്റ് ചെയ്യുള്ളൂ, എത്ര പേര് കയറിയാലും ഇല്ലെങ്കിലും കേട്ടോ. കാരണം എവറിബഡീസ് ടൈം ഹാസ് വാല്യൂ, എല്ലാവരുടെയും സമയത്തിന് വാല്യൂ ഉണ്ട്. സോ നമ്മള് 1:30 എന്നുള്ളത് 1:32 ആ ഒരു ടൈം വരെ 2 minutes കൂടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഫൈൻ. എന്റെ പേര് ജിഷ. സോ ഞാൻ നിങ്ങളെ ഓരോരുത്തരായിട്ട് നമുക്ക് പിന്നീട് പരിചയപ്പെടാം. കാരണം എനിക്ക് ഇവിടെ കാണുന്ന പേരെല്ലാം നിങ്ങളുടെ ആണെന്നാണ് തോന്നുന്നത്. ഞാൻ വിളിച്ചോളാം. അപ്പോ നമ്മള് മോണ്ടിസോറി, എന്താ മോണ്ടിസോറിയെ പറ്റി അറിയുന്നേ? എന്തിനാ ഞാൻ ഇവിടെ, എന്തിനാ നിങ്ങൾ ഇവിടെ? അതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം. ഞാൻ ട്രെയിനർ, നിങ്ങൾ ട്രെയിനീസ് അല്ലേ? സോ എന്തിനാ നമ്മളിവിടെ? അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെല്ലാരും 10th പാസ്സായവരാ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഞാൻ എന്റെ ശബ്ദം കേൾക്കാം, വീഡിയോ ഒക്കെ ക്ലിയർ ആണല്ലോ? നമ്മളെല്ലാരും 10th പാസ്സായതാ അല്ലെ? ഞാൻ 94 SSLC എഴുതിയതാ. അന്ന് റാങ്ക് സിസ്റ്റം ആയിരുന്നു, ഇന്നത്തെ പോലെ ഗ്രേഡ് അങ്ങനെയല്ല. അന്ന് റാങ്ക് ആയിരുന്നു, 600-ലായിരുന്നു മാർക്ക്. അങ്ങനെയൊക്കെ ഞങ്ങക്ക് ഒരു ബുധനാഴ്ച എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ബുധനാഴ്ച ആകുമ്പോഴേക്കും എക്സാം തീരും. രാവിലെയും വൈകിട്ടും അങ്ങനെ എക്സാം അങ്ങ് തീരും. അപ്പോ എന്നോട് 94 ഞാൻ പരീക്ഷ എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എത്ര വർഷമായി കാണും? Miss 20 same year 1994 10th എഴുതിയതാണ് ഞാൻ. ആണോ? കാണുന്ന പേര് ശരിയാണോ? റീന തന്നെയാണോ പേര്? അതെ അതെ. പക്ഷെ ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇവിടെയല്ല, ഞാൻ നാസിക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താ, മഹാരാഷ്ട്ര. ഓക്കെ, മഹാരാഷ്ട്ര. എന്റെ ചോദ്യമല്ല, ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ ഉൾപ്പെടെ അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടൊന്ന് പരീക്ഷ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എളുപ്പമായിരിക്കുമോ? അല്ല. അന്ന് കിട്ടിയ മാർക്ക് കിട്ടുമോ, പാസ്സാവോ എന്നൊക്കെ ടെൻഷനായി പോകും. എനിക്ക് പറ്റില്ല, കാരണം എനിക്ക് ആ എക്സാം എഴുതാനോ, ഞാനിത് വിറയ്ക്കും മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ. അന്ന് നമുക്ക് ഫസ്റ്റ് ക്ലാസ്, ഡിസ്റ്റിങ്ഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു, പിന്നെ റാങ്ക് അങ്ങനെയായിരുന്നു. എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് എന്റെ കയ്യിൽ തന്നിട്ട് എന്നോട് പരീക്ഷ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും വിഷമിച്ചു. എന്തുകൊണ്ടാണ് നമുക്കത് പറ്റാത്തെ? അന്ന് നമ്മള് സബ്ജക്ട് സ്റ്റഡിങ് ആയിരുന്നു. നമ്മൾക്കൊരു സബ്ജക്റ്റ് ആയിരുന്നു, മാത്സ്, സയൻസ്, സോഷ്യൽ, മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെയൊക്കെ സബ്ജക്റ്റ് ആയിരുന്നു. നമ്മളത് പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു. ചിലപ്പോ പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങണതേ അതൊക്കെ തലേന്ന് പോയിട്ടുണ്ടാവും. ഈവൻ നമ്മൾ ഇപ്പൊ അമ്മമാരുണ്ടെങ്കിൽ ഇതില് നമ്മളുടെ കുട്ടികളെ അവരെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്ത് പഠിച്ചിട്ടേ നമ്മൾ അവരെ പഠിപ്പിക്കുള്ളൂ. കാരണം നമുക്കറിയാം, നമ്മൾ പഴയ ഓർമ്മ വെച്ചിട്ടോ അല്ലെങ്കിൽ അപ്പോഴത്തെ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പറ്റില്ല. നമുക്ക് മോണ്ടിസോറിക്ക് വേണ്ടത് സബ്ജക്ട് സ്റ്റഡിയിങ് അല്ല, നമുക്ക് സ്റ്റഡിയിങ് അല്ല, ഒരു ലേണിംഗ് പ്രോസസ് ആണ് നമുക്ക് വേണ്ടത്. ലൈഫ് ലേണിംഗ് പ്രോസസ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കോമ്പറ്റീഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ? അതായത് എസ് എ കോമ്പറ്റീഷൻ. നമുക്ക് വേണമെങ്കിൽ 10-15 മിനിറ്റ് മുമ്പ് എസ് എ അല്ലെങ്കിൽ പ്രസംഗം, ഇലക്യൂഷൻ ഏതാന്ന് വിചാരിച്ചു, 10-15 മിനിറ്റിന് മുമ്പ് ടോപ്പിക് തരും. ടോപ്പിക് തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വേഗം അത് എങ്ങനെയെങ്കിലും, അന്നൊക്കെയാന്ന് വെച്ചാൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ സ്കൂൾ ടൈമിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാനൊന്നുമില്ല. നമുക്ക് എവിടെന്നെങ്കിലൊക്കെ ബുക്കുകളിൽ നിന്ന് ഒക്കെ നോക്കി, അല്ലെങ്കിൽ ടീച്ചർമാര് പറഞ്ഞു തന്ന്, അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു തന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ എസ് എ അല്ലെങ്കിൽ ആ എലക്യൂഷൻ വേണ്ടിയിട്ട് എഴുതും, അത് പ്രസന്റ് ചെയ്യും. നിങ്ങൾക്ക് കിട്ടുന്ന ടോപ്പിക് ഇതാന്ന് വിചാരിച്ചു, മരങ്ങളെ സംരക്ഷിക്കണം. അതിന്റെ ആവശ്യകത എന്താണ്? ഡീഫോറസ്റ്റേഷന്റെ പ്രശ്നങ്ങള്, നമ്മൾ മരങ്ങൾ നട്ടു വളർത്തുന്നതിന്റെ അതാണ് നമ്മുടെ ടോപ്പിക് എന്ന് വിചാരിച്ചു.
നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോഴാണ് ആ ടോപ്പിക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു, കുറെ വായിച്ച് കിട്ടുന്നു, നമുക്ക് 10-15 മിനിറ്റ് സമയമുണ്ട്, നമ്മളത് പ്രിപ്പയർ ചെയ്ത് നമ്മളത് പ്രസന്റ് ചെയ്യുന്നു. എസ് എഴുതാനാണെങ്കിൽ എസ് എഴുതുന്നു, എലക്യൂഷൻ ആണെങ്കിൽ പ്രസംഗമാണ്, മത്സരമാണെങ്കിൽ നമ്മൾ ആ പ്രസംഗം അത് പ്രസന്റ് ചെയ്യുന്നു. നമുക്ക് പ്രൈസ് ഒക്കെ കിട്ടുന്നു, നമുക്ക് എല്ലാവർക്കും പ്രൈസ് കിട്ടുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പ്രൈസ് കിട്ടുന്നതോടുകൂടി അത് അവിടെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് നമ്മളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുവാന്ന് വിചാരിച്ചോ. നമുക്ക് അതിന് ശേഷം ചിന്തിക്കുക, നമ്മള് മരങ്ങൾ നട്ടു വളർത്തേണ്ടതിന്റെ ആവശ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഒരു സമൂഹത്തിലെ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യണം മരങ്ങളെ സംരക്ഷിക്കാൻ? അതായിരിക്കും നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കുക. നമ്മളുടെ ഒരു സ്റ്റേജ് അവിടെ കഴിഞ്ഞു, നമ്മൾ മത്സരത്തിൽ പങ്കെടുത്തു, നമുക്ക് വേണ്ടുന്ന പ്രൈസ് എല്ലാം കിട്ടി. പക്ഷെ നമ്മൾ പിന്നെ ചിന്തിക്കുവാണ്, ഞാൻ എന്ത് ചെയ്യണം സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ മരം വെച്ച് പിടിപ്പിക്കാൻ അല്ലെങ്കിൽ മരത്തിനെ സംരക്ഷിക്കാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് നിങ്ങളുടെ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേസമയം കോമ്പറ്റീഷൻ അത് പ്രൈസ് ഒക്കെ കിട്ടി അതോടെ അവിടെ സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ അവിടെ നിങ്ങൾ സബ്ജക്ട് സ്റ്റഡിയിങ് ആ ചെയ്തത്, ലേണിംഗ് ചെയ്തിട്ടില്ല. നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും അവിടെ ലേണിംഗ് പ്രോസസ്സായി മാറിക്കഴിഞ്ഞു. സോ മോണ്ടിസോറി ഒരിക്കലും സബ്ജക്ട് സ്റ്റഡിയിങ് അല്ല, ഇറ്റ്സ് എ ലേണിംഗ്, തിമാറ്റിക് ലേണിംഗ് ആണ്. നമ്മളുടെ അവിടെ ഈ മരങ്ങൾ നട്ടു വളർത്തുക എന്നുള്ളത് നമ്മൾ സ്റ്റഡിയിങ് ആയിരുന്നെങ്കിൽ നമുക്കത് വെറും സബ്ജക്റ്റാ, ഒരു വിഷയമാണ്, സബ്ജക്റ്റ്. പക്ഷെ അതേസമയം നമ്മളുടെ ഒരു സോഷ്യൽ ഹ്യൂമൻ ബീയിങ് ആണ് ഞാൻ, എനിക്ക് കുറെ കടമകളുണ്ട് എന്ന് നമ്മളിൽ തോന്നുവാണെങ്കിൽ നമ്മൾ അവിടെ അത് തിമാറ്റിക് ലേണിംഗ് ആയിട്ട് മാറുവാണ്. നമുക്കത് തീമായി മാറി. സബ്ജക്റ്റിനേക്കാളും നമുക്കത് തീമാവുകയാണ്, നമ്മൾ അവിടെ ലേൺ ചെയ്യുവാണ്, നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അതാണ് മോണ്ടിസോറിയും നമ്മൾ സാധാരണ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലായോ? ക്ലിയർ ആയോ? മോണ്ടിസോറി ലേണിംഗ് പ്രോസസ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഡേ ഒക്കെ ആയതുകൊണ്ട് ഞാനത് നിങ്ങളോട് നിർബന്ധമായിട്ടും പറയുന്നില്ല. അതായത് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രെയർ വേണം. നത്തിങ് റിലീജിയസ്. നമുക്കറിയാം സ്കൂളുകളിൽ നമ്മൾ പ്രെയർ ചെയ്യുന്നത് റിലീജിയസ് ആയിട്ടുള്ള പ്രെയർ ഒന്നുമല്ല അല്ലെ. നമുക്ക് പ്രെയർ വേണം. പിന്നെ അതുപോലെ തന്നെ തോട്ട് ഓഫ് ദ ഡേ പറയാൻ ആരെങ്കിലും വേണം. പിന്നെ അത് മാത്രല്ല, നമ്മൾ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, പക്ഷെ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇതിൽ എക്സ്പ്ലോർ ചെയ്യണം, നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം നമ്മുടെ പ്ലാറ്റ്ഫോം. നമ്മള് അതായത് ഇത്രയും 60 പേരിൽ അതിൽ ഒരാൾ ഞാനാണ്. അപ്പം എന്താ പറയാ, ഈ ബാക്കിയുള്ളവര് സൈൻ ഇൻ ചെയ്യണം. കണ്ടിട്ടില്ലേ RJSഉം VJSഉം ഒക്കെ സൈൻ ഇൻ ചെയ്യുന്നത്? രഞ്ജിനി ഹരിദാസ് എൻട്രി കാണാറല്ലേ? ഇറ്റ്സ് മീ രഞ്ജിനി ഹരിദാസ് എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ടൊക്കെ ഓരോ ഇതൊക്കെ കാണിച്ചിട്ട് അതുപോലെ സൈൻ ഇൻ ചെയ്യണം. അപ്പൊ ഇത്ര പേരാകുമ്പോ ദിവസം 2 പേര് മതി സൈൻ ഇൻ ചെയ്യാൻ. ഇന്നിപ്പോ 2 പേര് ഇന്ന് ഇല്ല, നെക്സ്റ്റ് ഡേ 2 പേര് സൈൻ ഇൻ ചെയ്യാൻ വരുവാണെങ്കിൽ അതിന്റെ അടുത്ത ദിവസം ബാക്കിയുള്ളവർക്ക്. എന്റെ ക്ലാസ്സിൽ മാത്രമല്ല, എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിലും ഈ ഓർഡറിലായിരിക്കണം. പ്രെയർ വേണം, സൈൻ ഇൻ ചെയ്യണം ആരെങ്കിലും 2 പേര്. പിന്നെ അതിനുശേഷം തോട്ട് ഓഫ് ദ ഡേ. തോട്ട് ഓഫ് ദ ഡേ നിങ്ങൾക്ക് കഥയുടെ രൂപത്തിൽ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ട് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഈ സൈൻ ഇൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാൻസിങ് സ്റ്റെപ്സ് യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും സൂംബ ചെയ്യാം, എയറോബിക്സ് ചെയ്യാം, ഒപ്പന ചെയ്യാം, പിന്നെ കഥകളി ചെയ്യാം, പിന്നെ മാർഗംകളി ചെയ്യാം, പിന്നെ കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി, ഭരതനാട്യം, എന്ത് സ്റ്റെപ്സ് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്ത് വരാം. സെയിം തന്നെ നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ ആരെങ്കിലും 2 പേര് സൈൻ ഔട്ട് ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മുടെ RJS നമുക്ക് കേൾക്കാനേ പറ്റുള്ളൂ. ഇറ്റ്സ് മീ പേരൊക്കെ എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല. അങ്ങനെ സൈൻ ഇൻ ഒക്കെ പറഞ്ഞിട്ട് അവർ പറയാറില്ലേ? നമ്മൾ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ സൈൻ ഇൻ ചെയ്യണം, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ സൈൻ ഔട്ട് ചെയ്ത് പോകണം. നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള വിഷ് ചെയ്യൽ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാവരും പരസ്പരം ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു, അത് പോരാ. ഫസ്റ്റ് പ്രെയർ, ദെൻ സൈനിങ്, ദെൻ തോട്ട് ഓഫ് ദ ഡേ, പിന്നെ ക്ലാസ് കഴിയാറാവുമ്പോൾ സൈൻ ഔട്ട്. പ്രെയർ നിങ്ങൾ എല്ലാവരും ക്രിയേറ്റ് ചെയ്യണം, തന്നെ എഴുതണം. അതും ഇംഗ്ലീഷിൽ എഴുതാൻ
ശ്രമിക്കുക. ഇംഗ്ലീഷിൽ എഴുതാൻ വളരെ സിമ്പിൾ ആയിട്ട് പ്രെയർ എഴുതാൻ പറ്റും. ഇന്നിപ്പോ ആരുടെ കയ്യിലും പ്രെയർ ഇല്ലല്ലോ. സോ ഞാൻ എഴുതിയ പ്രെയർ ഞാൻ വായിക്കും. ഇന്നും നാളെയും അല്ല, എന്റെ അടുത്ത ക്ലാസ്സിലും ഞാൻ എഴുതിയ പ്രെയർ തന്നെ ഞാൻ വായിക്കാം. അപ്പോഴേക്കും എന്താ പറയാ, തന്നെത്താനെ ഒന്ന് എഴുതി നോക്കാം. ഒരു 6 to 10 ലൈൻസ് അല്ലെങ്കിൽ 6 to 12 ലൈൻസ്, ഒരു മിനിമം 6 ലൈൻസ് അല്ലെങ്കിൽ ഒരു മാക്സിമം നിങ്ങൾക്ക് 12 ലൈൻസ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഓക്കെ. നത്തിങ് റിലീജിയസ്. ഓക്കെ, അപ്പൊ നമ്മളുടെ പ്രെയർ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ എഴുതിയ പ്രെയർ വായിക്കാം. ഞാൻ എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മോണ്ടിസോറി പഠിച്ച സമയത്ത് റെക്കോർഡ് ബുക്കിൽ ഞങ്ങൾക്ക് 2 പ്രെയർ തന്നെ ക്രിയേറ്റ് ചെയ്ത് എഴുതണമായിരുന്നു. അതിലൊന്നാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ രണ്ടാമത്തത് ഞാൻ വായിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും പ്രെയർ എങ്ങനെ എഴുതണം എന്നുള്ളത്. ഓക്കെ, ചിലപ്പോൾ ചിലരൊക്കെ എഴുതുന്നവരുണ്ടാവും. ഉണ്ടോ? ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, സോ പ്രെയർ സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മളുടെ. വെൻ sun shines, feeling good, then sorrows will go away. When moon lights, feeling good, then calmness will fill in heart. When stars twinkle, feeling good, then smile comes on the face. When breeze blows, feeling good, then peace will come on mind. When flowers bloom, feeling good, then fragrance spread all over. When birds sing, feeling good, then sweetness will hear around. When lamp brights, feeling good, then shine comes on the face. When all together doing well, then happiness forever. ഇപ്പോ പ്രെയർ എങ്ങനത്തെ ആയിരിക്കണം? നമുക്ക് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാം. നേച്ചർ മദർ നമുക്ക് തന്നിരിക്കുന്ന ബ്ലെസ്സിങ്സ് എല്ലാം ചേർത്ത് വെച്ചിട്ട് നമുക്ക് പ്രെയർ എഴുതാം. നമ്മളുടെ ബിലൗഡ് വൺസിന് വേണ്ടിയിട്ട് ബ്ലെസ്സിങ് വേണമെന്ന് പറഞ്ഞ് നമുക്ക് പ്രെയർ എഴുതാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മിനിമം ഒരു 6 ലൈൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. മാക്സിമം എത്രയായാലും കുഴപ്പമില്ല. ഞാൻ 12 എന്നൊന്ന് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ എഴുതാം. അപ്പൊ സോ ഇതായിരുന്നു പ്രെയർ. ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ടതാണ്. ഫസ്റ്റ് ഡേ തന്നെ റെക്കോർഡിന്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ വെരി ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ റെക്കോർഡ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ അതിൻ്റെതായ ഒരു എഫേർട്ട് എടുക്കുന്നതിന്റെ ഒക്കെ ഒരു രസം അതിലുണ്ടാവും. ഓക്കെ, നമ്മള് ഓരോ മോഡ്യൂളും ഞാൻ പല പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് സിലബസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ മോഡ്യൂൾ 1നെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 4 പാർട്ടില് തന്നെ പല യൂണിറ്റ്സ് ഉണ്ട്. ഓരോ പാർട്ടിനും ഓരോ യൂണിറ്റ്സ് വെച്ചിട്ട്. അതിലെ പാർട്ട് 1ലെ യൂണിറ്റ് 1 ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 1 മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, കാണാമോ സ്ലൈഡ്? നമ്മളൊരു സാധനത്തിന് ജീവൻ ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെയാ? ഇപ്പൊ ഈ ചില സമയത്ത് നമ്മളുടെ വീടിനകത്തൊക്കെ ഒരു സൈസ് തുമ്പി അല്ലെങ്കിൽ ഈ ഒരു മൂത്ത് ചെറിയ ശലഭം അല്ലെങ്കിൽ വലിയ ബട്ടർഫ്ലൈ ഒക്കെ വരുന്ന കാണാം. ഒന്ന് നോക്കുമ്പോ അതിങ്ങനെ സ്റ്റില്ലായിട്ടിരിക്കുന്ന കാണാം. അപ്പൊ നമുക്ക് എന്താ സംശയം? ജീവൻ ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയം തോന്നും. ജീവൻ ഉണ്ടെന്ന് നമ്മൾ എപ്പോഴാ പറയണേ? അതൊന്ന് മൂവ് ചെയ്യുമ്പോ അല്ലെ? അത് അനങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവനുണ്ട്, ജീവനുണ്ട്. അപ്പോ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് മൂവ്മെന്റ്. നമ്മൾക്ക് ഇപ്പം നമ്മൾക്ക് അറിയാവുന്നവര് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സുഖമില്ലാതെ ചിലപ്പോ ബെഡ്രിഡൺ ആയി പോകുമ്പോ തന്നെ നമ്മൾ ഭയങ്കര നമുക്ക് വിഷമം വരും അല്ലെ? കാരണം നമ്മളെ സംബന്ധിച്ച് ആക്റ്റീവ് ആകിയിരിക്കുക, ലൈഫ് ഉള്ളതെന്ന് പറയണത് മൂവ്മെന്റുമായിട്ട് റിലേറ്റഡ് ആണ്.
മറിയ മോണ്ടിസോറി ഏറ്റവും അധികം പറഞ്ഞത് കുട്ടികളിലെ എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത് മൂവ്മെന്റിലൂടെ മാത്രമാണ്. സോ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി കണക്റ്റഡ് വിത്ത് മൂവ്മെന്റ്. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ പോകുന്നത്, നമ്മളെല്ലാരും തന്നെ മലയാളം യൂസ് ചെയ്താണ് നമ്മുടെ കൂടുതലും നമ്മൾ മലയാളമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ തുടങ്ങി ട്രൈ ചെയ്യണം. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ സ്ട്രിക്റ്റ് റൂളായിരുന്നു, ഫസ്റ്റ് 1 വീക്ക് മാത്രമേ ഞങ്ങളെ മലയാളം സംസാരിപ്പിച്ചുള്ളൂ ഞങ്ങളുടെ മാം. അതിനുശേഷം ഇംഗ്ലീഷ് പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞു. അവിടെ വൊക്കാബുലറി ഗ്രാമർ ഒന്നും നോക്കണ്ട, അങ്ങ് സംസാരിക്കണം എന്ന് ഭയങ്കര റൂളായിരുന്നു. മലയാളം എങ്ങാനും പറഞ്ഞു പോയാൽ പണിഷ്മെന്റ് ആയിരുന്നു. പണിഷ്മെന്റ് വേറെ ഒന്നുമില്ല, ഡാൻസ് ചെയ്യിപ്പിക്കുക, പാട്ട് പാടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അല്ലാതെ വേറെയുള്ള പണിഷ്മെന്റ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ അത് പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ശരിക്കും ഈ ഒരു 1 ഇയർ നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഇതുവരെ ചിലപ്പോൾ ചിലർക്ക് സംസാരിക്കാൻ അറിയായിരിക്കും, ചിലർക്ക് ഉള്ളിലുണ്ട് പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് ആരെങ്കിലും കേട്ടാ അത് ശരിയാവോ, ഞാൻ പറയണ ശരിയാണ്, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, നമുക്ക് എന്തും ഇവിടെ പറയാം. സോ പതുക്കെ പതുക്കെ ഓരോ ആക്ടിവിറ്റിയിലൂടെ നമുക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം ഇംഗ്ലീഷ്. 1 വീക്ക് ഒക്കെ കഴിയട്ടെ, നമുക്ക് മിക്സഡ് ആയിട്ട് പറയാം. ഫുൾ ഇംഗ്ലീഷ് ആവുന്നതിന് മുമ്പ് തന്നെ പകുതി മലയാളം പകുതി ഇംഗ്ലീഷ്, അങ്ങനെ നമ്മൾ മിക്സ് ആയിട്ട് പറയില്ലേ, അതും ഭംഗിയായിട്ട് പറയണവരുണ്ട്. മലയാളവും ഇംഗ്ലീഷും കൊണ്ട് മിക്സ് ചെയ്ത് ചിലർ സംസാരിക്കുമ്പോൾ നല്ല രസമൊക്കെ. അങ്ങനെ നമുക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നമുക്കൊരു കുറച്ച് നാളം കഴിയുമ്പോഴേക്കും നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇംഗ്ലീഷ് പറയണം എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലോടെങ്കിലും എതിർപ്പുണ്ട്, അത് ശരിയായില്ല മാം, അങ്ങനെയല്ല അത് ആവട്ടത്, അതൊക്കെ തുറന്നു പറയാട്ടോ. ഇംഗ്ലീഷിൽ പറയണം എന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കേണ്ട. അത് എന്തൊക്കെ ഉണ്ടോ നമ്മളുടെ അഭിപ്രായങ്ങൾ വരുന്നത് അതെല്ലാം നമുക്ക് പറയേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മള് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ഇതിലേക്ക് പോവുകയാണ്. നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്താ? ഒരു പഠിക്കുമ്പോഴും ജോലി എടുക്കുമ്പോഴും നമുക്ക് എന്താ? സമാധാനം, സന്തോഷം, ഹാപ്പി ആയിട്ട് ജീവിക്കണം. പീസ് ആൻഡ് ഹാർമണി, സമാധാനവും സന്തോഷവും. ഹാർമണി എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ഒരു വലിയൊരു പീക്ക് ലെവലാണ് കേട്ടോ. മറിയ മോണ്ടിസോറി എയിം ചെയ്തത് അതായത് പ്രപഞ്ചം മുഴുവനും പീസ് ആൻഡ് ഹാർമണി വരണം എന്നാണ് മറിയ മോണ്ടിസോറി എയിം ചെയ്തത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം, അത് ചെറിയ കുട്ടികളിലേ അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് വലുതായി അഡൾട്ട് ആവുമ്പോഴേക്കും സൊസൈറ്റിയിൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ സൊസൈറ്റി കംപ്ലീറ്റ് പീസ് ആൻഡ് ഹാർമണി ആകും എന്നാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് അവര് ഇതുപോലുള്ള ഒരു മെത്തേഡ് അവര് ഡിസൈൻ ചെയ്തത്. ഈ മോണ്ടിസോറി മെത്തേഡ് അവർ ഡിസൈൻ ചെയ്യാൻ കാരണം ഇതാണ്. അവരെ സംബന്ധിച്ച് പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുത്തതല്ല, കുറെ കുട്ടികളെ ഒബ്സർവ് ചെയ്ത് അങ്ങനെ പിന്നെ അവര് ഡിസൈൻ ചെയ്ത മെത്തേഡ് ആദ്യം അവര് സ്പെഷ്യൽ കുട്ടികളിലാണ് അപ്ലൈ ചെയ്തത്. അപ്പൊ അവരിൽ നല്ല റിസൾട്ട് വന്നു. അപ്പൊ നോർമൽ ആയിട്ടുള്ള, ഈ നോർമലിനെ ഉദ്ദേശിച്ച് വേറെ ഒന്നുമല്ല, സ്പെഷ്യൽ നീഡ്സ് അങ്ങനത്തെ കുട്ടികൾ ഉണ്ടല്ലോ, അവരെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രശ്നമില്ലാത്ത കുട്ടികളിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിലും നല്ല റിസൾട്ട് ആയിരിക്കും മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായത്. കുറെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്താണ്, കുറെ നാളുകൾ കൊണ്ടാണ് ഇവരത് ഡിസൈൻ ചെയ്തെടുത്തത്. അവരുടെ ഉദ്ദേശം നമ്മുടെ യൂണിവേഴ്സിന് മുഴുവനും സന്തോഷവും സമാധാനവും ഉണ്ടാകണം എന്നായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പൊ ആദ്യം നമ്മൾ കുഞ്ഞുങ്ങളിലെ പല കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഹെൽത്ത് എന്താണ്, ഫിസിക്കലി ഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെൽനസ് എന്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും? ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് പറയണം. ഒരാൾ മ്യൂട്ട് ചെയ്ത് പറയുമ്പോൾ മറ്റവരെല്ലാം അൺമ്യൂട്ട് ചെയ്ത് പറയുമ്പോൾ മറ്റുള്ളവരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആരോഗ്യം. ആരോഗ്യം. അസുഖങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ബോഡി ഫിറ്റ് ആയിട്ടിരിക്കുന്നതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. നമ്മൾ മെന്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ആവുന്നതാണ് ഹെൽത്ത്. യെസ്. നമുക്കിവിടെ ശരി തെറ്റെന്നുള്ള കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ നമ്മുടെ അഭിപ്രായം, നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. ഷെയറിംഗ് ആണ്. ഷെയറിങ്ങിന് നമുക്ക് വേറൊരു നല്ല ഭംഗിയുള്ള ഒരു പേര് വിളിക്കാം, ഫ്രൂട്ട് ഗ്യാതറിംഗ് എന്ന് പറയാം.
നമ്മള് നല്ല പഴുത്ത പഴങ്ങൾ കളക്ട് ചെയ്യുവാണ്. ഓരോരുത്തരും ഓരോ ഫ്രൂട്ടാ തരുന്നത്. അപ്പൊ അത് നമ്മൾ കളക്ട് ചെയ്യുക. എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്ക് ലാപ്ടോപ്പിൽ കുറച്ച് പേരേക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, പറഞ്ഞു. നല്ല ആരോഗ്യമുള്ള ഒരു നല്ല ഫുഡ് കഴിച്ചിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാതെ ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കുക. ഹെൽത്ത്. ശരി ശരി ഓക്കെ, ശരി എന്നൊന്നും പറയരുതെന്നാ ശരിക്കും. ഫിസിക്കലി ഒരാള് ഫിറ്റ് ആയുള്ള ഒരവസ്ഥയാണ് ഹെൽത്ത് എന്ന് പറയാം. ശരി. മറ്റുള്ള ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. ഹെൽത്ത്, നല്ല ഹെൽത്ത് ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ സ്വന്തമായിട്ട് ചെയ്യാൻ. അതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ഹെൽത്ത് കിട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നല്ല ഫുഡ് കഴിക്കണം, എക്സസൈസ് ചെയ്യണം, നന്നായിട്ട് ഉറങ്ങണം, ധാരാളം വെള്ളം കുടിക്കണം, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക, പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുക. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താ? ആരോഗ്യപരമായി എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. ഫിറ്റ്നസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് നല്ല ബോഡി ആയിരിക്കണം, അസുഖങ്ങളും ഉണ്ടാകരുത്. എക്സസൈസ് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, എക്സസൈസ്, യോഗ, ഡാൻസ് ഒക്കെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ. എന്തെല്ലാം എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റും? വർക്കൗട്ട്സ്, യോഗ ചെയ്യാം, ഡാൻസ്, നല്ലൊരു ബ്രീത്ത് എടുത്താൽ നല്ലൊരു നടക്കാം. ഇനി എന്താ വെൽനസ്? ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യത്തിന്റെ എല്ലാ ഘടകങ്ങളും ബാലൻസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് വെൽനസ്. ഞാൻ പലപ്പോഴും ചില കാര്യങ്ങൾ പറഞ്ഞു. Physical and mental well-being, like ഗുഡ് റീന. ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ്. ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ എന്നെ എക്സാമ്പിൾ ആയിട്ട് പറയൂ കേട്ടോ. ഈ 3 കാര്യങ്ങളും നിങ്ങൾക്കൊന്ന് മനസ്സിലാകാനായിട്ട് ഞാൻ എന്നെ ഒന്ന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഞാൻ നല്ല ഭക്ഷണം, ജങ്ക് ഫുഡ് ഒന്നുമല്ല, നല്ല ഹെൽത്തി ഫുഡ് എല്ലാം കഴിക്കുന്നു. സോ ഫിസിക്കലി എന്റെ ഹെൽത്ത് ഓക്കെയാണ്. ഞാൻ അതിന്റെ കൂടെ എക്സസൈസ് ചെയ്യുന്നു. സോ ഫിസിക്കലി ഫിറ്റ് ആണ്. ഓക്കെ. പക്ഷേ എനിക്ക് സന്തോഷമില്ല. അങ്ങനെയായാൽ ഞാൻ വെല്ലാണെന്ന് പറയാൻ പറ്റുമോ? ഹെൽത്ത് ഉണ്ട്, ഫിസിക്കൽ ഹെൽത്ത് ഉണ്ട്. ഞാൻ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് ഒട്ടും ഹാപ്പിനെസ് ഇല്ല. സോ ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് അല്ലെ നമ്മളുടെ വെൽബീയിങ് എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാരും കൂടെ ശരീരവും മനസ്സും ഒരുപോലെ സന്തോഷമായിരിക്കണം എന്ന് പറഞ്ഞ കാര്യം വരും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വേണം. ഇപ്പൊ ഞാൻ ഒരിടത്ത് ജോലി ചെയ്യുന്നു, ഒരു ഓഫീസില്. എനിക്ക് അവിടുന്ന് നല്ല സാലറി കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ എനിക്ക് ഭയങ്കര വർക്ക് ലോഡാണ്, എനിക്ക് ഭയങ്കര തലവേദനയാണ്. എപ്പോഴും എന്റെ ടോപ്പിലിരിക്കുന്ന ആളുടെ ചീത്ത കേൾക്കല. സോ ഞാൻ വെല്ലാണോ അവിടെ? അല്ല. നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത്, നമ്മൾ ഏത് ചുറ്റുപാടിലാണോ ജീവിക്കുന്നത്, അവിടെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ്, നമുക്ക് ഹാപ്പിനെസ് കിട്ടണം. എന്നാലാണ് ആ വെൽനെസ് എന്നുള്ളതും കൂടെ കറക്റ്റ് ആവുള്ളൂ അല്ലെ, വെൽനെസ്സും കൂടെ വരുള്ളൂ. സോ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഓൾമോസ്റ്റ് അത് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടി അല്ലെ. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനെസ്. ഞാൻ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടിയാണ്. ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ ജങ്ക് ഫുഡൊക്കെ കഴിച്ചു, മര്യാദയ്ക്ക് സമയത്ത് ഉറങ്ങുന്നില്ല, കുളിക്കുന്നില്ല, ഡ്രസ്സ് മുഷിഞ്ഞ വേഷത്തിൽ തന്നെ നടക്കുന്നു, ഡ്രസ്സൊന്നും മാറുന്നില്ല, ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നില്ല, വൃത്തിയായി പല്ല് തേക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് എന്റെ കുഴപ്പമാണ്. അപ്പൊ ഞാൻ എന്റെ ഡ്യൂട്ടിയാണ് എന്നെ കെയർ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്റെ ഹെൽത്ത് എന്നുള്ളത്. സോ അത് നമ്മൾ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പല റോൾസ് ഉണ്ടാവും. നമ്മള് അമ്മയാണ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ലൈഫ് പാർട്ട്ണർ ആണ്, നമ്മുടെ വീട്ടില് ഒത്തിരി പ്രായമുള്ളവരുണ്ടാകും. അപ്പൊ നമുക്ക് അവരുടെയൊക്കെ ഹെൽത്ത് നോക്കേണ്ടതായിട്ട് നമുക്ക് വരും. അപ്പൊ അവിടെയും നമ്മളുടെ ഡ്യൂട്ടി അതാണ്, അവരുടെ എല്ലാം നോക്കണം. ചെറിയ കുട്ടികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഏജ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമുണ്ട് അവരുടെ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്.
പ്രായമായ ആളുകൾ ചിലപ്പോൾ അവർക്ക് തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവരാണെങ്കിൽ അവിടെയും നമ്മളുടെ ശ്രദ്ധ പോകണം. അപ്പോൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ കൈകൾ എത്തേണ്ട സ്ഥലം. അപ്പൊ നമ്മളുടെ ആ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം വരും. അപ്പൊ അതിനെല്ലാം ഉപരി നമ്മളെ നല്ല പോലെ നോക്കി നമ്മളെ ഹെൽത്തി ആണെങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞവരെല്ലാം ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മളുടെ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്. ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്, കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്. അതായത് അസുഖങ്ങളില്ലാത്ത അവസ്ഥ മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മളുടെ ഫിസിക്കൽ, മെന്റൽ, ശാരീരികവും മാനസികവും അതുപോലെ തന്നെ സോഷ്യൽ വെൽബീയിങ്. ആരോട് പറഞ്ഞിരുന്നു അത്? റിനിയാന്ത്. സോഷ്യൽ വെൽബീയിങ്, നമ്മൾ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ ബീയിങ് ഹാപ്പി, നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. ഒരാള് ഭയങ്കര ഹെൽത്തി ആണ്, അയാൾ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് എല്ലാം നോക്കുന്നു, പക്ഷെ അയാള് ഒരൊറ്റ മനുഷ്യനോടും നല്ല രീതിയിൽ സംസാരിക്കുന്നില്ല, സോഷ്യലൈസ് ചെയ്യുന്നില്ല, ആളുകളോട് ഇടപഴകാൻ അറിയില്ല. സോ അയാള് വെല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ നമ്മളുടെ സോഷ്യൽ വെൽബീയിങ് അതും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. അസുഖങ്ങളില്ലാത്ത അവസ്ഥ മാത്രമല്ല ആരോഗ്യം എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും അത് പറഞ്ഞു കഴിഞ്ഞു. അസുഖങ്ങളില്ലാത്ത അവസ്ഥ അതുണ്ട് ഹെൽത്തിന്. അത് മാത്രമല്ല, നമ്മൾ ഫിസിക്കലി, മെന്റലി എല്ലാം നല്ല രീതിയിൽ തന്നെ ഇരിക്കണം. ബീയിങ് ഹാപ്പി, വെൽബീയിങ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഡിസീസ് ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ. പിന്നെ നമ്മുടെ ലൈഫ്, ക്വാളിറ്റി ഉള്ള ലൈഫ്. നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ലൈഫാണോ വേണ്ടത്, ക്വാണ്ടിറ്റി ഉള്ള ലൈഫാണോ? കുറെ വർഷം ജീവിക്കുന്നതാണോ ഇഷ്ടം, ജീവിക്കുന്ന സമയം നല്ല ആരോഗ്യത്തോടെ ക്വാളിറ്റിയോടെ ജീവിക്കുന്നതാണോ ഇഷ്ടം? എല്ലാവർക്കും ക്വാളിറ്റി ലൈഫാണ് വേണ്ടത്, ക്വാണ്ടിറ്റി ഉള്ള ലൈഫല്ല. അല്ലെ? കുറെ അസുഖങ്ങൾ വന്ന് കഷ്ടപ്പെട്ട് കുറെ വർഷം ജീവിക്കുന്നതിലും നല്ല അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടു കൂടി ക്വാളിറ്റി ഉള്ള ലൈഫ് ജീവിക്കുന്നതായിരിക്കും എല്ലാവരും താല്പര്യപ്പെടുന്നത്. ഇനി അപ്പൊ അത് ഹെൽത്തിന്റെ കാര്യത്തിൽ അത് പറഞ്ഞു. ഞാൻ ഇത് നമ്മളുടെ PDF-നേക്കാളും കുറച്ച് അധികമൊക്കെ ഞാൻ ചിലപ്പോൾ പറഞ്ഞിരിക്കും. നിങ്ങൾ വിചാരിക്കും ഇതൊന്നും നോട്ടിലില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സബ്ജക്ട് സ്റ്റഡിങ് അല്ല, തിമാറ്റിക് ലേണിംഗ് ആണ്. നിങ്ങൾക്കും ഷെയർ ചെയ്യാം പല കാര്യങ്ങളും. ചിലപ്പോൾ ചില ഇൻസിഡൻസ് ആയിരിക്കും, ഹെൽത്തി ആകാതിരുന്ന ഒരാൾക്ക് സംഭവിച്ച കാര്യങ്ങളോ, അല്ലെങ്കിൽ നല്ല പോലെ എല്ലാം കെയർ ചെയ്യുന്ന ഒരാളുടെ ജീവിത രീതിയോ ഒക്കെ അങ്ങനെ പലതും ഷെയർ ചെയ്യാനുണ്ടായിരിക്കും. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മൂവ്മെന്റ് ആണ് ലൈഫ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഫിസിക്കൽ ഫിറ്റ്നസ് തന്നെ നമുക്ക് ഈ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഹെൽത്ത് റിലേറ്റഡും മോട്ടോർ റിലേറ്റഡും. അതായത് ഓടുന്നവരുണ്ട് ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട്, നടക്കുന്നവരുണ്ട്, ഡാൻസ് ചെയ്യുന്നവരുണ്ട്, യോഗ ചെയ്യുന്നവരുണ്ട്, ചിലര് മെഡിറ്റേഷനിലൂടെ, ബ്രീത്തിങ് എക്സസൈസിലൂടെ. അപ്പൊ പല ടൈപ്പ് മൂവ്മെന്റ് ഓരോ എക്സസൈസിനും. ചിലര് സൂംബ ചെയ്യും, എറോബിക്സ് ചെയ്യും, ചിലര് മറ്റേ ഇത് എന്താണ് അതിന് പറയണത്, സ്വിങ് വെച്ചിട്ട് അതെല്ലാവർക്കും പക്ഷെ പറ്റില്ല, ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയണ കേൾക്കാം. ചിലര് നീന്തും, സ്വിമ്മിങ് അതൊരു എക്സസൈസ് ആണ്, ചിലർ അത് ചെയ്യാറുണ്ട്. ചിലർ സൈക്കിൾ ഓടിക്കും, അല്ലെ? പക്ഷെ നമുക്ക് ഓരോ ഏജ് വരുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഹെൽത്ത് കണ്ടീഷനിൽ എന്തെങ്കിലും, ഇപ്പൊ ഹാർട്ടിനൊക്കെ ചെറിയ പ്രശ്നമുള്ളവരോട് ഡോക്ടർ പറയും ഏത് ടൈപ്പ് എക്സസൈസ് ചെയ്യണം. അങ്ങനെ ചിലപ്പോൾ മാത്രം ഒരു റെസ്ട്രിക്ഷൻ നമുക്ക് എക്സസൈസിൽ വരാം. പിന്നെ പ്രഗ്നൻസി സമയത്ത് അങ്ങനെ നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാ എക്സസൈസും, ഡാൻസ് ചെയ്യുന്നവരുണ്ട് പ്രഗ്നൻസി സമയത്ത്, യോഗ ചെയ്യുന്നവരുണ്ട്, നടക്കാൻ പോകുന്നവരുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മളുടെ ഓരോ എന്താ പറയുക, ബോഡിയുടെ ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് നമുക്ക് എക്സസൈസ് ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് ചെയ്യാം. പക്ഷെ ഈ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എക്സസൈസ് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനുള്ളതായിരിക്കണം, നമ്മളെ വീക്ക് ആക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ എനിക്ക് 5 കിലോമീറ്റർ ഓക്കെ ഓടാം മീൻസ് മിക്സ് ചെയ്ത് നടക്കും ഓട്ടവും കൂടെ ആക്കിയിട്ട് മിക്സ് ചെയ്ത് എനിക്ക് പറ്റും. പക്ഷെ 10 കിലോമീറ്റർ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ഷീണിച്ചു പോകും. സോ ഞാൻ എന്താ ചെയ്യേണ്ടത്, 5 കിലോമീറ്റർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൊണ്ട് കൂട്ടി 10 എനിക്ക് പറ്റുമോ ഞാൻ ട്രൈ ചെയ്യും. കാരണം നമ്മള് ഫിസിക്കൽ ഫിറ്റ്നസ് കൊണ്ട് നമ്മൾ ക്ഷീണിക്കുകയല്ല വേണ്ടത്, നമ്മള് വിഗറാകണം, നമ്മളുടെ എനർജി ബൂസ്റ്റ് ചെയ്യണം. അതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതായത് അങ്ങനെ നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ്, അത് ചില എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മുടെ ബോഡി നല്ല ഇതാവും, നമുക്ക് എനർജി കൂടും, എനർജറ്റിക് ആയിട്ട് നമ്മൾ പല ജോലികളും ഓടിച്ചാടിയൊക്കെ ചെയ്യുന്നൊക്കെ പറയില്ലേ, അങ്ങനെ പല ആക്ടിവിറ്റീസ്. പിന്നെ അതുപോലെ തന്നെ ലെഷർ ടൈം ആക്ടിവിറ്റീസ്, നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ ചില ആക്ടിവിറ്റീസ്, ചിലർ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പണ്ട് ഡാൻസ് പഠിച്ചവര് അല്ലെങ്കിൽ ഡാൻസിനോട് താല്പര്യമുള്ളവര് ചെറിയ മ്യൂസിക് ഒക്കെ ഇട്ട് അതിനനുസരിച്ച് സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് ചെയ്യും, അവരുടെ ഒരു ലെഷർ ടൈം ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ. അപ്പൊ സ്ട്രെസ് എന്ന് പറയുന്ന സാധനം അതൊരു ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആളുകൾക്ക് എന്നല്ല എല്ലാവർക്കും മിക്കവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എന്തിന്റെയെങ്കിലും കാര്യത്തിന് ടെൻഷൻ വരുമ്പോ തലവേദന വരും അല്ലെ? ഉണ്ടോ അങ്ങനെ ആർക്കെങ്കിലും? വരാറുണ്ട്. ചില കുഞ്ഞു കുട്ടികളുണ്ട്, വലിയ ആൾക്കാരുണ്ട്. പരീക്ഷാ സമയം ആവുമ്പോ ടോയ്ലറ്റിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും അല്ലെ, അവർക്ക് ലൂസ് മോഷൻ ആയിരിക്കും പരീക്ഷയുടെ ഒരു സ്ട്രെസ് വരുമ്പോ. അങ്ങനെയും കാണാറുണ്ട് ആളുകളെ. അപ്പൊ ശരിക്കും നമ്മളുടെ മനസ്സിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ ബോഡിയിൽ തന്നെ കാണിക്കുക. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാണോ ലൂസ് മോഷന്റെ പ്രശ്നം വരുന്നത്? നമ്മളുടെ ടെൻഷൻ കാരണം നമ്മളുടെ ബോഡിയുടെ അകത്ത് നിറയെ കെമിക്കൽ ആക്ഷൻസ് നടക്കുക. അപ്പൊ നമ്മളുടെ ഈ സ്ട്രെസ് നമ്മുടെ ബോഡിയെ ബാധിക്കും, അല്ലെങ്കിൽ ടെൻഷൻ ബോഡിയെ ബാധിക്കും. സോ നമുക്ക് ഒന്നില്ലെങ്കിൽ ഹെഡ് ഏക്ക് വരും, ചിലർ വോമിറ്റ് ചെയ്യും. കുഞ്ഞു കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടാൻ ചിലർക്ക് ടെൻഷനാ, സ്കൂളിൽ പോവാറാവുന്ന ടൈം ആവുമ്പോഴേക്കും ഭയങ്കര വോമിറ്റിങ്. ആ ഒരു ടൈം എന്നാ വീട്ടിൽ തന്നെ ഇരുത്തി കഴിയുമ്പോൾ അതങ്ങ് മാറി ഹാപ്പിയാവും. പക്ഷെ അത് അവരുടെ ഉള്ളിൽ വരുന്ന ആ ഒരു സ്ട്രെസ്, ആ ഒരു കെമിക്കൽ റിയാക്ഷൻ ബോഡിയിൽ നടക്കുവാണ്. ഇതൊക്കെ അപ്പൊ നമ്മളുടെ മൈൻഡിന് എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ തന്നെയും അത് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലാണ്. ഓക്കെ, സോ അങ്ങനെ. അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസ് അതാണ്, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആകാൻ എടുക്കുന്ന ആക്ടിവിറ്റി നമ്മളുടെ എനർജി ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കണം, നമ്മളെ വീക്ക് ആക്കുന്നതായിരിക്കും. ഓക്കെ, വെൽനസ് നമ്മളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് കണക്റ്റഡ് ആണ്. അത് മാത്രല്ല, നമ്മൾ പലരും പല റിലീജിയസ് ബിലീഫ് ഉള്ളവരാണ്. നമ്മളുടെ ട്രഡീഷൻ, റിലീജിയസ് ബിലീഫ്, ഇതിൽ നിന്നെല്ലാം നമുക്ക് പല വാല്യൂസും കിട്ടുന്നു. പല വാല്യൂസും കിട്ടുന്നത് മോറൽ, ഇതെല്ലാം കിട്ടുന്നത് നമ്മുടെ ഇതുപോലുള്ള ബിലീഫിൽ നിന്നാണ്. എല്ലാവരുടെയും ഒരു ബിലീഫ് മീൻസ് റിലീജിയസ് ബിലീഫ് ചെന്നെത്തുന്നത് ബ്രദർഹുഡ്, പീസ് അല്ലെ, സാഹോദര്യം, സമാധാനം, ലവ് ഈച്ച് അതർ, പരസ്പരമുള്ള സ്നേഹം ഒക്കെ തന്നെയാണ് ഏതൊരു ബിലീഫിലുള്ളവരുടെയും ചെന്നെത്തുന്നത് അതിലാണ്. അപ്പൊ അതിൽ നിന്നും നമുക്ക് പല വാല്യൂസ് കിട്ടും. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും മറ്റുള്ളവരുടെ ബിലീഫും കാര്യങ്ങളും ഒക്കെ റെസ്പെക്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്കത് കിട്ടും. അപ്പൊ വെൽനസ് അതുമായിട്ട് കണക്റ്റഡ് ആണ്. കുറച്ച് കാര്യങ്ങൾ വെൽനസിന്റെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. വെൽനസ് ഒരു ആക്റ്റീവ് പ്രോസസ് ആണ്. പലപ്പോഴും ഹെൽത്തും വെൽനസ്സും ആയിട്ട്, ഇപ്പൊ ഹെൽത്തും വെൽനസ്സും കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവില്ല, നമ്മളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു പോയി അല്ലെ. ഹെൽത്തും വെൽനസ്സും ആയിട്ട് ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു വെൽനസ് എന്താന്ന്, ഞാൻ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നു, എന്റെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെയാണ്, പക്ഷെ എന്റെ വീട്ടില് ഭയങ്കര വഴക്കും ബഹളവും, സോ വെൽനസ് അത് താഴെയാണ്. സോ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഹെൽത്തും വെൽനസ്സും എന്താന്ന്. സെയിം തന്നെ നമ്മൾ പറഞ്ഞു ഈ നമ്മൾ ജോലി എടുക്കുന്ന സ്ഥലത്ത് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വെൽനസ് തന്നെ പല അവസ്ഥകളിൽ വെൽനസ് വരാം. അതായത് ഇപ്പൊ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുമ്പോൾ അത് ഈ വെൽനസിനെ ബാധിക്കും. എക്കണോമിക്കൽ വെൽനസ് ആണ് അത് വരുന്നത് അല്ലെ. ഇപ്പം സാമ്പത്തികമായ പ്രശ്നമൊന്നും ഇല്ലാതെ കാര്യങ്ങളെല്ലാം നല്ലപോലെ നടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനവും സന്തോഷം. പക്ഷെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ അത് നമ്മുടെ വെൽനസിനെ ബാധിക്കും, നമ്മുടെ ആ ഒരു വെൽബീയിങ്, സമാധാനം, ഉറക്കം പ്രശ്നവും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്,
എൻവിയോൺമെന്റൽ വെൽനസ് വരാം. അതായത് ക്ലൈമറ്റിലെ മാറ്റങ്ങൾ പലപ്പോഴും വെൽനസിനെ ബാധിക്കും. നമ്മളുടെ ഇവിടെയൊന്നും പ്രോബ്ലം അങ്ങനെ ഇല്ല. നമുക്ക് പ്രോബ്ലം ഇല്ല എന്നല്ല, ചൂട് ഭയങ്കര കൂടുമ്പോ നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ, ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ വരും അല്ലേ? പിന്നെ ഭയങ്കര മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പുറത്തു പോകാനായിട്ട് ഇരിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര മഴ പെയ്യുന്നു. സോ ആ ക്ലൈമറ്റ് ചേഞ്ച് എല്ലാം നമ്മളുടെ ആ വെൽ ബീയിങ്ങിനെ ബാധിക്കാറുണ്ട്. പിന്നെ ചില യൂറോപ്യൻ കൺട്രീസിൽ അവർക്ക് ചിലപ്പോ സൺലൈറ്റ് കുറവാകുന്ന ചില മന്ത്സ് ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴേക്കും ഇരുണ്ട ഒരു ക്ലൈമറ്റ് ആയിരിക്കും. മരങ്ങളിൽ നിന്നും ഇല ഉണ്ടാവില്ല, എല്ലാം പൊഴിഞ്ഞിങ്ങനെ ശുഷ്കിച്ചൊക്കെ നിൽക്കുന്ന ഒരു ഇത് വരുമ്പോഴേക്ക് ആളുകൾ ഭയങ്കര ഡിപ്രസ്ഡ് ആവും. അങ്ങനെയൊക്കെ ചിലർക്ക് സൂയിസൈഡ് ടെൻഡൻസി വരും, സൂയിസൈഡ് ചെയ്യാനായിട്ട് പോകും. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് വരെ നമ്മുടെ വെൽബീയിങ്ങിനെ ബാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ്. പിന്നെ നമ്മളുടെ സൊസൈറ്റി, സോഷ്യോ കൾച്ചറൽ, അത് നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി, അവിടുത്തെ ഒരു കൾച്ചർ. ചില ആളുകൾ ചില സ്ഥലത്ത് താമസിക്കുമ്പോൾ അവിടുത്തെ ആ ഒരു ഏരിയ എനിക്ക് സുഖമാവണില്ല എന്നും പറഞ്ഞ വീട് അവിടെ വിറ്റ് അല്ലെങ്കിൽ വിട്ടിട്ട് വേറെ സ്ഥലത്ത് പോയി താമസിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റി അത് നമ്മുടെ വെൽനസിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും, ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മതി. എക്സസൈസ് ചെയ്താൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആകും. നമുക്ക് ഇഷ്ടമുള്ള നമ്മളുടെ ബോഡിക്ക് പറ്റുന്ന എക്സസൈസ് ചെയ്താൽ ഫിസിക്കലി ഫിറ്റ് ആവും. പക്ഷെ വെൽനസ് എന്നുള്ളത് പലതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സ്പിരിച്വൽ വെൽനസ്, ഇപ്പം ഒരു വീട്ടില് എല്ലാരും പ്രെയർ നല്ല പോലെ അവർ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നു, അവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ആ രീതിയിൽ അവർ പോകുമ്പോൾ അവർക്ക് നല്ലൊരു വെൽനസ് ആയിരിക്കും. വേറൊരു വീട്ടില് ചിലപ്പോ ചില മെമ്പേഴ്സ് ചെയ്യില്ല, ചില മെമ്പേഴ്സ് ആ സമയത്ത് വേറെ വല്ല ആക്ടിവിറ്റീസ് പോകും. അങ്ങനെ ഒരു യൂണിറ്റി അവിടെ ഇല്ലാതെ വരുമ്പോൾ അതും അവിടുത്തെ വെൽബീയിങ്ങിനെ ബാധിക്കും. പിന്നെ കൾച്ചർ, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി, എൻവിയോൺമെന്റ്, ക്ലൈമറ്റ്, നമ്മളുടെ എക്കണോമിക് സ്റ്റാറ്റസ്, ഇതെല്ലാം വെൽനസിനെ ബാധിക്കും. കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? വെൽനസ് എങ്ങനെ മാറി മറിയുന്നു എന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. നമ്മളുടെ ലൈഫ് സ്റ്റൈല്, ഇതെല്ലാം ഈ വെൽനസിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നോട്ടിൽ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കണം. ഈ പറഞ്ഞ കാര്യങ്ങള് ക്ലാസ്സിൽ പറയുന്നത് നോട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നോട്ട് ചെയ്യണം. എന്നിട്ട് തന്നെത്താനെ ഒരു നോട്ട്സ് ഉണ്ടാക്കിയാൽ അത് വളരെ നല്ലൊരു അസറ്റ് ആട്ടോ. PDF നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. അത് കൂടാതെ നമ്മളിപ്പോ ഞാൻ കുറെ കാര്യം പറഞ്ഞു, പ്രിയ കുറെ കാര്യം പറഞ്ഞു, റീന കുറെ കാര്യം പറഞ്ഞു, അങ്ങനെ കുറെ പേര് കുറെ കാര്യങ്ങൾ, നമ്മൾ ഫ്രൂട്ട് ഗ്യാതറിങ് അതെല്ലാം നമ്മൾ പറക്കിയെടുക്കുക. നമുക്ക് കിട്ടിയ നല്ല ഫ്രൂട്ട്സ് അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നോട്ട്സ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് റെഫർ ചെയ്യാൻ പല പല ബുക്കുകൾ അന്വേഷിച്ച് പോകുന്നതിന് പകരം നമുക്ക് ഇവിടെ നമ്മളുടെ ഡിസ്കഷനിൽ തന്നെ എല്ലാം വരും. ഓക്കെ, സ്ക്രോൾ ചെയ്യാം. നോട്ട്സ് നമ്മളുടെ ഈ PDF ആണ് നിങ്ങൾക്കുള്ളത്. ഇത് നിങ്ങളുടെ ഒരു റെഫറൻസ് തന്നെയാണ്, ഈ റെഫറൻസ് ഫയൽ പോലെയാണ്. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ എന്തോ ടെക്സ്റ്റ് വേറെയാണോ ആ വരുന്നത്? നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ്, സ്പൈറൽ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞില്ലേ, അത് വേറെയാണോ ഉണ്ടാവുക? അല്ല, ടെക്സ്റ്റ് ബുക്ക് ഒന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അതിനെ പറ്റി അറിയില്ലല്ലോ. അല്ല മാം, ഈ PDF പറഞ്ഞിട്ടില്ല, ഇതിന്റെ തന്നെ പ്രിന്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. തരും. ആ, അത്രേ ഉള്ളൂ. ഞാൻ പഠിച്ച ടെക്സ്റ്റ് കാണണം, അത്രേ ഉള്ളൂ സാധനം ഞാൻ പഠിച്ചത്. ഇതും ജസ്റ്റ് ഒരു റെഫറൻസ് മാത്രമാണ്. ഇതില് കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ആണ്. ഇങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. നമ്മൾ ഇതുപോലെ ഓരോ ടോപ്പിക് ഉണ്ടാവും, ടോപ്പിക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. ഇതുപോലെ ഇരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വട്ടത്തിലിരുന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓൺലൈനിൽ വട്ടം ഇല്ല. അതിങ്ങനെ നമ്മൾ റൗണ്ടിൽ ഇരുന്ന് വേണം ക്ലാസ് എടുക്കാനാ പറയുന്നത്. കാരണം വെച്ചാൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് ട്രെയിനർ ആരാണ്, ട്രെയിനീസ് ആരാണെന്ന് മനസ്സിലാകുകയേ ചെയ്യില്ല. ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്. അങ്ങനെയാണ്. വർക്കുകളൊക്കെ ഉണ്ടാവും, വർക്കുകൾ ഉണ്ടാവും. അതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇനി സമയം ഉണ്ടാവില്ല. വർക്ക് ഈ ക്ലാസ്സിനേക്കാൾ കൂടുതൽ നമുക്ക് ആക്ടിവിറ്റീസ് ആണ് വേണ്ടത്. ഇത് ഓരോ സബ്ജക്റ്റ് ആയിട്ടാന്നല്ലേ പറഞ്ഞത്? ഇന്നലെ ഇംഗ്ലീഷ് ആയിരുന്നു, അപ്പൊ ഇന്നിപ്പോ ഏത് സബ്ജക്റ്റ് ആണെന്ന് പറയാ? എന്നോട് ഇപ്പൊ യൂണിറ്റ് 1 എടുക്കാനാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് സബ്ജക്ട്? ഇംഗ്ലീഷ് ടീച്ചർ മാത്രം കേറുന്ന ദിവസം അതറിയാം, ബാക്കിയുള്ളവരൊക്കെ ഇതിലെ ഓരോ യൂണിറ്റ്സ് ആയിരിക്കും എടുക്കുക.
ഈ യൂണിറ്റ് ഞങ്ങൾക്ക് ഒരു ഇത്രയും പോർഷൻസ് ഒരു ക്ലാസ്സിൽ ഞങ്ങൾക്ക് എടുത്തതായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് റിപ്പീറ്റഡ് ക്ലാസ് ഇങ്ങനെ കിട്ടുമോ സബ്ജക്ട്? മൺഡേ അപർണ എന്ന് പറഞ്ഞിട്ടൊരു മാം സെയിം ആ തന്നെ മാം ക്ലാസ് എടുത്തിരുന്നു. മാമിന് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മാം എന്നോട് പറഞ്ഞു ഇങ്ങനെ തുടങ്ങി വെച്ചു, അപ്പൊ അത് ഒന്നുകൂടെ ഒന്ന് എടുത്തേക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് എടുത്തത് കേട്ടോ. മാം തീർത്തായിരുന്നോ? അത് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ഇല്ല മാം, ജസ്റ്റ് ഇൻട്രോ തന്നിട്ട് വെൽനെസ് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. ആ ഓക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും റീഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ടോപ്പിക് ഇങ്ങനെ റീഡ് ചെയ്ത് പോവാം. അങ്ങനെ വായിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കട്ടല്ലോ. Should I, miss? Yes. ആരായിരുന്നു അത്? ഞാൻ റീന. കുറച്ച് അപ്പം പലർക്കും വായിക്കാൻ താല്പര്യം ഉണ്ടാവും. കുറച്ച് പോർഷൻ ഞാൻ പറയാം, അപ്പൊ അതിനനുസരിച്ച് ഓരോരുത്തരായിട്ട് റീഡ് ചെയ്തു. Okay. Where should I start, miss? From the beginning, modern concept of health, physical fitness, wellness. Okay. Do stop me whenever. Okay, you can stop up to this. This contents of physical fitness, the second one has to read. This up to this well-being. Okay, miss. Then I'll read up to contents of physical fitness. Shall I start? Yeah, sure. Modern concept of health, physical fitness, and wellness. Health, physical fitness, and wellness. It is the duty of all the individuals to care for and maintain a happy and worthy human life. This can be made possible only by paying consideration to wellness that includes health and physical fitness. Now, what is health? Health is the state of being identical with freedom from disease and illness that includes a positive fundamental associated with quality of life and positive well-being also. Physical fitness. Physical wellness is the ability to bring out daily tasks with vigor, alertness, without undue weakness. It also means having ample energy to engage in leisure time activities and to handle the stress encountered in emergency situations. Now, wellness. Wellness is a condition that characterizes a state of positive health in the individual's complete biological and psychological well-being, as decorated by quality of life and a sense of well-being. Miss, as decorated by, I didn't get that. I mean, like, ഇറ്റ് ഈസ് നമ്മുടെ ബോഡിയുടെ മാത്രമല്ല, മൈൻഡിന്റെ ബയോളജിക്കൽ മാത്രമല്ല, സൈക്കോളജിക്കൽ വെൽബീയിങ് ഡെക്കറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം നല്ല ഭംഗിയാക്കാന്നുള്ളതല്ലേ? അപ്പൊ രണ്ടിന്റെയും കൂടെ ബാലൻസ് വരുന്നതാണ് നമ്മളുടെ വെൽബീയിങ്. ഈ ഹെൽത്ത് വെൽനസ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ബാലൻസ് ആയി നല്ല രീതിയിലാകുന്നത്. അതാണ് മെയിൻ ചെയ്യുന്നത്. ഓക്കെ, thank you, Miss. Shall I read that contents of physical fitness also, or No, somebody else was like, I will read. അങ്ങനെ ആരോ പറഞ്ഞ പോലെ ഞാൻ കേട്ടു. ആരോ ഞാൻ വായിക്കാൻ ആരായിരുന്നു അത്? നിങ്ങള് ഇംഗ്ലീഷ് പറയുന്നത് കേട്ടിട്ട് മിണ്ടാതിരിക്കരുത് കേട്ടോ. ഞാനിപ്പോ റീന ഇംഗ്ലീഷിൽ പറഞ്ഞ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത, കാരണം എനിക്കും അതൊരു ചാൻസാ സംസാരിക്കാൻ. എനിക്കും വളരാലോ. റീന ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോ എനിക്ക് അതിന് റിപ്ലൈ അങ്ങനെ കൊടുത്തുന്നേ ഉള്ളൂ. നമ്മളത് എല്ലാരും അതുപോലെ ആകും. ആ ഒരു പ്ലാറ്റ്ഫോമാണിത്. ഓക്കെ, റീഡ് ചെയ്തോളൂ. ആരായിരുന്നു പേര്? ഞാൻ കണ്ടില്ല. ആരായിരുന്നു? സുഹ്റയാണോ? അല്ല മിസ്, റസീന. റസീന. ഓക്കെ, റസീന. Contents of physical fitness. First one is strength. A health-related component of physical fitness that relates to the capacity of the muscle to exert force. The second one is endurance. A health-related component of physical fitness that relates to the muscle ability to continue to perform without weakness. Then third one, flexibility. A health-related content of physical strength that relates to the range of motion
available at a job. Fourth one, skill. A skill-related component of physical strength that relates to the capacity to perform a movement with a short period of time. And then agility. A skill-related component of physical fitness that relates to the rapidly changing the position of the entire body in space with speed and efficiency. The last one, coordination. A skill-related component of a physical fitness that relates to the capacity to use the sense, such as sight and hearing, together with the body parts in performing motor tasks evenly and accurately. ഓക്കെ റിസീന, താങ്ക് യു. നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം, എന്തൊക്കെയാ ഇതിനകത്ത് പറയുന്നതെന്ന്. കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ എന്തെല്ലാം പറയുന്നത്, അപ്പൊ നിങ്ങൾക്ക് പലതുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ആരെങ്കിലും ചെയ്ത് കണ്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ടും നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രെങ്ത്, നല്ല സ്ട്രെങ്ത്. നമ്മൾ കുട്ടികളോട് പറയില്ലേ, പാല് കുടിച്ചു കഴിഞ്ഞാൽ അതുപോലെ നല്ല സ്ട്രെങ്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞ കുട്ടികളെ പറ്റിച്ച് നമ്മൾ അവർക്ക് പറ്റിക്കുകയല്ലാതെ അവർക്കൊരു പോസിറ്റീവ് തന്നെയാണത്. അവർക്ക് നമ്മൾ പാലൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ ചോറ് ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ അച്ഛനെ പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയില്ലേ, പപ്പയെ പോലെ ആകും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹെൽത്ത് റിലേറ്റഡ് കമ്പണന്റ് ആണ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമുക്ക് എന്തുമാത്രം ഫോഴ്സ് എടുക്കാൻ പറ്റും. എന്റെ മുമ്പിലുള്ള ടേബിള് എനിക്ക് നല്ലതുപോലെ തള്ളി നീക്കാനായിട്ട് പറ്റും. എന്റെ തൊട്ടടുത്ത് പ്രിന്റർ ഇരിക്കുന്നുണ്ട്, എനിക്കത് വളരെ ഈസി ആയിട്ട് കയ്യിലെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് എത്രത്തോളം ഫോഴ്സ് നമുക്ക് എക്സേർട്ട് ചെയ്യാൻ പറ്റും. ചില ആളുകൾ കണ്ടിട്ടില്ലേ, വളരെ ഇതായിട്ട് വിറക് കീറുന്നു, പിന്നെ വലിയ ബക്കറ്റില് വെള്ളം എടുത്തുകൊണ്ട് വരുന്നു, പിന്നെ ചെടികളെല്ലാം ഇത് അതിന്റെ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് മണ്ണൊക്കെ കുഴിച്ച് നല്ല നീറ്റ് ആയിട്ട് അതൊക്കെ ചെയ്യുന്നു. അവരൊട്ടും ക്ഷീണിക്കുന്നില്ല. ചില ആളുകൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അങ്ങനെയുള്ള പണികൾ എടുക്കുന്നൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ. അതുപോലെ വീട്ടിലിപ്പോ 10 പേർക്ക് ഭക്ഷണം വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലര് ഭയങ്കര സ്പീഡിൽ അങ്ങനെ ചെയ്യണം. ഓരോരുത്തരുടെ ഒരു കപ്പാസിറ്റിയാണ് അത്, അല്ലെ. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും കുറെ ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്, ചിലർക്ക് അതായിരിക്കും ഭയങ്കര സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, അവരത് ചെയ്യും. ചിലര് ബിരിയാണി വെക്കേ എത്ര പേര് വരുന്നു, വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന കാണാം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ അത് കാണുമ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റില്ല, പക്ഷെ അപ്പൊ ഞാൻ ചെയ്യുന്നത് വേറെ കാര്യത്തിലായിരിക്കും എനിക്ക് സ്പീഡ്. അങ്ങനെ ഓരോരുത്തർക്കും സ്പീഡ് നമ്മളുടെ ഫോഴ്സ് നമുക്ക് എത്രത്തോളം എക്സേർട്ട് ചെയ്യാൻ പറ്റും, നമ്മളുടെ മസിൽ കപ്പാസിറ്റി എക്സേർട്ട് ചെയ്യാൻ പറ്റും, അതാണ് സ്ട്രെങ്ത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എൻഡുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, സ്റ്റാമിന എന്നൊക്കെ പറയില്ലേ, ഭയങ്കര സ്റ്റാമിന അയാൾക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് സർവൈവൽ. ഇപ്പം എനിക്ക് വേണമെങ്കിൽ പറയാം, ഒരു 6 hours ഒക്കെ ഭക്ഷണം ഒന്നും കഴിച്ചില്ലെങ്കിലും ഞാൻ ടയേർഡ് ആവില്ല, എനിക്ക് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റും. നമ്മള് ഫാസ്റ്റിംഗ് എടുക്കാറില്ലേ പെരുന്നാൾ സമയത്ത്, നമ്മൾ ടയേർഡ് ആവുന്നില്ലല്ലോ, നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്നു. അപ്പൊ നമ്മൾക്കത് ബൈ പ്രാക്ടീസ് നമുക്കത് നല്ലപോലെ ശരിയാവുക. എന്നിട്ട് നമ്മൾ ആ വീട്ടിലെ കാര്യങ്ങളും ചെയ്യും, വീട് ഭംഗിയാക്കുകയും ചെയ്യും. വൈകുന്നേരം നോമ്പ് മുറിക്കാറാവുമ്പോഴേക്കും വിഭവസമൃദ്ധമായി എല്ലാം ഉണ്ടാക്കുകയും ചെയ്യും. നമ്മൾ ആ ഫാസ്റ്റിംഗ് അത്ര നേരം ഭക്ഷണവും വെള്ളവും ഉമിനീര് പോലും ഇറക്കാതിരിക്കുമ്പോൾ അപ്പൊ അവിടെ അത് നമ്മുടെ ഒരു എൻഡുറൻസ് ആണ്, അല്ലെ, നമ്മുടെ ഒരു സ്റ്റാമിന, വിൽ പവർ എന്നൊക്കെ പറയുന്നത്. ഹെൽത്ത് റിലേറ്റഡ് കമ്പണന്റ് തന്നെയാണ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ദാറ്റ് റിലേറ്റ്സ് ടു ദ മസിൽസ് എബിലിറ്റി ടു കണ്ടിന്യൂ ടു പെർഫോം വിത്തൗട്ട് വീക്ക്നെസ്. ക്ഷീണമില്ലാതെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നു. ചിലർ ഈ ഗിന്നസ് റെക്കോർഡിലൊക്കെ കയറാൻ വേണ്ടി മണിക്കൂറുകളോളം തബല വായിച്ചു എന്നോ ഡാൻസ് ചെയ്തു എന്നോ പാട്ടുപാടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലതും കേട്ടിട്ടില്ലേ, പടം വരച്ചു എന്നോ. അപ്പൊ അതൊക്കെ അവരുടെ എൻഡുറൻസ് ആണ്, അവരുടെ ഒരു കപ്പാസിറ്റി, സർവൈവൽ കപ്പാസിറ്റി, വിൽ പവർ, സ്റ്റാമിന എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാനുണ്ടോ? ഇല്ല. ദെൻ കംസ് ഫ്ലെക്സിബിലിറ്റി. ഭയങ്കര ഫ്ലെക്സിബിൾ ആന്ന് പറയും ചില ആൾക്കാരെ, അല്ലെ. അവരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആ ഫിസിക്കൽ സ്ട്രെങ്ത്. നമ്മളുടെ ഒരു മൂവ്മെന്റ്, ഇപ്പം ഒരാളോട് 2 ആൾക്കാർ നിൽക്കുന്നുണ്ടെന്ന് വെച്ചു, A, B. ഒരാളോട് പറയുകയാണ് നിറയെ ബുക്സ് ഉണ്ട്, അതെല്ലാം നല്ലതുപോലെ അടുക്കി വെക്കുന്നത്. മറ്റേ ആൾക്കും അതുപോലെ ഇപ്പൊ 10 ബുക്ക് ഒരാൾക്ക് കൊടുത്തു, മറ്റേ ആൾക്കും 10 ബുക്സ് തന്നെ കൊടുത്തിട്ട് നല്ലപോലെ അറേഞ്ച് ചെയ്ത് കബോർഡിൽ വെക്കുന്നത്. ഒരാള് പെട്ടെന്ന് തന്നെ വിത്തിൻ ടൈം ചെയ്യുന്നു, മറ്റേ ആള് കുറേ സമയം എടുക്കുന്നു. സോ ഫസ്റ്റ് വൺ പറഞ്ഞ ആളാണ് മോർ ഫ്ലെക്സിബിൾ ടു ഡു ദാറ്റ് ജോബ്. ആ ജോലി ചെയ്യാൻ അയാള് കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്, അല്ലെ.
ഇന്റർവ്യൂ ബോർഡിലൊക്കെ ചെല്ലുമ്പോഴേക്കും ഒരു വേക്കൻസി ഉണ്ട്, 10 ആപ്ലിക്കന്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇവരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ബോർഡിൽ ഇരിക്കുന്നവർക്ക് തോന്നുവാണ് ആരാണ് മോർ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ അയാളല്ലേ എടുക്കുള്ളൂ. അതാണ് ആ പെർഫോമൻസ്, അത് കാണിക്കുന്നതാണ് അവരുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി. സോ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കൊടുക്കുന്നു, 3 minutes കൊടുത്തു എന്ന് വിചാരിച്ചു. ഫസ്റ്റ് വൺ വിത്തിൻ 30 seconds അത് സോൾവ് ചെയ്തു. രണ്ടാമത്തെ ആളും കറക്റ്റ് ആയിട്ട് ചെയ്തു, പക്ഷെ അയാൾക്ക് 2 minutes എടുക്കേണ്ടത്. കാര്യം 3 minutes രണ്ടുപേർക്കും കൊടുത്തു, പക്ഷെ മറ്റേ ആള് കൂടുതൽ ടൈം എടുത്തു. സോ ദാറ്റ് ഇസ്, അപ്പൊ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫ്ലെക്സിബിലിറ്റി അതാണ്. മേ ബി രണ്ടാമത്തെ ആൾക്ക് വേറെ കാര്യത്തിലായിരിക്കാം ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ഇപ്പൊ പടം വരയ്ക്കാൻ പറയുക, രണ്ടാമത്തെ സെഷൻ അതായിരിക്കാം. ആദ്യത്തെ ആള് 5 minutes കൊടുത്തു, ആദ്യത്തെ ആള് 4 minute കൊണ്ട് കഷ്ടപ്പെട്ട് 5 minute ഒക്കെ ആയപ്പോഴേക്കും പറഞ്ഞ ആ പിക്ചർ വരച്ചു. പക്ഷെ ഈ പറഞ്ഞ സെക്കൻഡ് വൺ 1 minute കൊണ്ട് അത് ചെയ്യും, പടം വരച്ചത്. ഇവിടെ അയാൾക്ക് ഫസ്റ്റ് ആൾക്ക് അരിത്തമെറ്റിക് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി, രണ്ടാമത്തെ ആൾക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി. സോ ഡിഫറൻസ് മനസ്സിലായോ? ഫ്ലെക്സിബിൾ നമ്മൾ പറയുന്നത് എന്താന്ന് ഇപ്പൊ ക്ലിയർ ആയോ? സ്പീഡ് സ്കിൽ റിലേറ്റഡ് കമ്പണന്റ് ആണ്. ഫിസിക്കൽ സ്ട്രെങ്ത്തിന്റെ സ്കിൽ റിലേറ്റഡ് കമ്പണന്റ് ആണ്. ദാറ്റ് റിലേറ്റ്സ് ടു ദ കപ്പാസിറ്റി ടു പെർഫോം എ മൂവ്മെന്റ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഇത്ര ആലോചിച്ചാൽ മതി. റണ്ണിങ് റേസ്, ഓട്ട മത്സരം നടത്തുക. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് മത്സരത്തിൽ ജയിക്കുന്നവർക്ക് അല്ലെ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കൊടുക്കുന്നു. അവിടെ അവരുടെ സ്പീഡിനെ അല്ലേ നമ്മള് കാറ്റഗറൈസ് ചെയ്യുന്നത്. നമ്മുടെ ക്രൈറ്റീരിയ അവിടെ സ്പീഡാണ്. ഏറ്റവും സ്പീഡിൽ ആദ്യം എത്തുന്ന ആളെന്ന് പറഞ്ഞാൽ അയാൾ അത്രയും സ്പീഡിൽ ഓടിയതുകൊണ്ടാണ് അയാൾ ഫസ്റ്റ് എത്തിയത് അല്ലേ. സോ അവിടെ ഒരു സ്കില്ലാണത്. എല്ലാവർക്കും അത്ര സ്പീഡിൽ ഓടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെ ഫസ്റ്റ് എത്തുന്ന ആൾക്ക് അത്രയും സ്പീഡ് ഉണ്ട്. സോ ദാറ്റ് ഇസ് എ സ്കിൽ റിലേറ്റഡ് കമ്പണന്റ് ആണ്. ഫിസിക്കൽ സ്ട്രെങ്ത്തിന്റെ സ്കിൽ റിലേറ്റഡ് കമ്പണന്റ് ആണ്. നെക്സ്റ്റ് വൺ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കമ്പണന്റ്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ പറയാൻ കാരണം എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടം. ഞാൻ ഡാൻസ് ഒന്നും ചെയ്യില്ല, എന്റെ ബോഡി വഴങ്ങില്ല എന്ന് ഞാനൊക്കെ സ്വയം വിചാരിച്ചു. കുറെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി, നടന്നില്ല. എജിലിറ്റി, നമ്മൾ ഗ്രേസ്ഫുൾ എന്ന് പറയില്ലേ, ചില ആളുകൾ ശോഭന ഡാൻസ് ചെയ്യുമ്പോൾ എന്തൊരു ഗ്രേസ് ആന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ദാറ്റ് ഇസ് എജിലിറ്റി. അതും ഒരു സ്കില്ലാണ് അല്ലെ. ചില ആളുകൾ പഠിക്കണ്ട, അവർക്കൊരു മ്യൂസിക് കേൾക്കുമ്പോഴേക്കും ആ മ്യൂസിക്കിനനുസരിച്ച് അവരങ്ങോട്ട് ഒരു തന്നെത്താനെ ഒരു കോറിയോഗ്രാഫി ചെയ്ത് അങ്ങ് ഡാൻസ് ചെയ്യുക. സോ ദാറ്റ് ഇസ് എ സ്കിൽ. ചില സമയത്ത് നമ്മള് ഈ പ്രോഗ്രാം ഒക്കെ കാണാനായിട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഒപ്പന, മാർഗംകളി, തിരുവാതിരക്കളി, അതൊക്കെ എന്താ അതിന്. പക്ഷെ അത്രയും നല്ല പോലെ പ്രാക്ടീസ് ചെയ്ത് എല്ലാരും ഒരേപോലെ ഒറ്റയ്ക്ക് കളിക്കുന്നതിനേക്കാൾ എപ്പോഴും ഗ്രൂപ്പായിട്ട് വരുന്ന ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഗ്രേസ് ആവണമെങ്കിൽ എല്ലാവരുടെയും സ്റ്റെപ്സ് ഒരേപോലെ പോകണം അല്ലെ. എല്ലാവരുടെയും കൈയും കാലും താളവും എല്ലാം ഒരേപോലെ, എല്ലാവരും ലുക്ക് വൈസും അവരുടെ മേക്കപ്പും എല്ലാം ഒരുപോലെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് അട്രാക്റ്റഡ് ആവും. ഇപ്പോ ഗ്രൂപ്പായി കളിക്കുന്നത് എന്തൊക്കെയാ? ഒപ്പനയുണ്ട്, മാർഗംകളിയുണ്ട്, തിരുവാതിരക്കളിയുണ്ട്, കൈകൊട്ടിക്കളിയുണ്ട്, ഗ്രൂപ്പ് ഡാൻസുകൾ ഉണ്ടാകാം, സിനിമാറ്റിക് ഡാൻസുകൾ ഉണ്ടായിരിക്കാം. അതിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി, അല്ലെങ്കിൽ ഒരാളുടെ ഡ്രസ്സ് കുറച്ച് വ്യത്യാസമായി, നമുക്ക് അവിടെ ഒരു എജിലിറ്റി ഫീൽ ചെയ്യില്ല, ഒരു ഗ്രേസ്ഫുൾ ഫീൽ ചെയ്യില്ല. ഓക്കെ, അതാണ്, അതും ഒരു സ്കില്ലാണ് റിലേറ്റഡ് ടു ഫിസിക്കൽ ഫിറ്റ്നസ്. അത് നമ്മളുടെ ബോഡിയുടെ ഈ ഡാൻസ് ഒക്കെ എന്ന് പറയുന്നത് എന്താ പെട്ടെന്ന് തന്നെ അവര് താളത്തിനനുസരിച്ച് അവര് ബോഡിയുടെ പൊസിഷൻ മാറ്റുവാണ്. അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജിൽ ഒരു നല്ല പോലെ ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. കാരണം അതിന്റെ ജസ്റ്റേഴ്സും ഓരോ ആക്ഷനും കൈയുടെ മൂവ്മെന്റും കാലിന്റെ മൂവ്മെന്റും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പൊ നമ്മളുടെ ഈ മണിച്ചിത്രത്താഴ് സിനിമയിലെ ശോഭന ചെയ്യുന്ന ആ ഡാൻസ് ഉണ്ടല്ലോ, ഒരു പുറേ വന്ന് പാർത്തായ എന്നുള്ള പാട്ടിന്റെ, അത് സ്റ്റേജിൽ അവതരിപ്പിക്കുമായിരുന്നു. നല്ല ഭംഗിയായിട്ട് കളിച്ച് വന്നപ്പോ അറിയാം എന്തോ പെട്ടെന്ന് ഭയങ്കര അതിലങ്ങ് ഇൻവോൾവ് ആയിട്ട് കളിക്കുവാണ് ഈ കുട്ടി. പെട്ടെന്ന് കാലിന് എന്തോ മടങ്ങും എന്തോ ചെയ്തത് വീണു, സ്റ്റേജിൽ വീണു. ഇൻ ബിറ്റ്വീൻ ദ ഡാൻസ്, ആ ഡാൻസിന് ഇടയ്ക്ക് വെച്ച് വീണു. പക്ഷെ ആ കുട്ടി എന്ത് ചെയ്തു, ആ വീണതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി അത് കണ്ടിന്യൂ ചെയ്തു. ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു അത്. നമ്മൾ അയ്യോ എന്ന് പറയാൻ എടുക്കണതിന് മുമ്പ് തന്നെ അതൊരു സ്റ്റെപ്പാക്കി എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അതൊക്കെ ഓരോരുത്തരുടെ കഴിവാണ്. ചിലർ അത് അവിടെ എപ്പോഴേ ഡൗൺ ആയി പോവും, കർട്ടൻ ഇടാനൊക്കെ പറയും, അങ്ങനെ. പക്ഷെ അവിടെ അതൊരു ഗ്രേസ്ഫുൾനെസ് ആണ്, എജിലിറ്റി. നെക്സ്റ്റ്, കോർഡിനേഷൻ.
ഇവിടെ കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ശരിക്കും ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ. നമ്മളുടെ കൈ ഇപ്പം ക്ലാസിക്കലൊക്കെ ചെയ്യുന്ന, ക്ലാസിക്കലായാലും എന്ത് തന്നെയായാലും നമ്മളുടെ ബോഡിയും കൈയും കാലും എല്ലാം ഒരുമിച്ച് ഒരേ രീതിയിൽ നമ്മുടെ കണ്ണ്, പിന്നെ കേൾക്കണം, വരുന്ന മ്യൂസിക് കേൾക്കണം അല്ലെ. അപ്പൊ നമ്മുടെ സെൻസസ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കൈ മൂവ് ചെയ്യുന്നുണ്ട്, കാല് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് കോർഡിനേഷൻ. അങ്ങനെ എല്ലാം ഒരുമിച്ച് ഒരേ രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ സ്കിൽ റിലേറ്റഡ് കമ്പണന്റ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതുവരെയും പറഞ്ഞതിൽ വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇത് റിലേറ്റഡ് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ആർക്കെങ്കിലും ഉണ്ടോ? ഫ്രൂട്ട് ഗ്യാതറിംഗ് ഇല്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്. ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കണ്ടന്റ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞു വന്നത്. ഓരോന്നും എന്താണെന്നും അത് എന്തുകൊണ്ടാണ് അത് റിലേറ്റ് ചെയ്യുന്നതെന്നും അത് നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇതിനെ പറ്റിയൊക്കെ നോട്ട്ബുക്കിൽ കുത്തിക്കുറിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ എന്തെങ്കിലും കണ്ട കാര്യമോ നമ്മൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്ത കാര്യമൊക്കെ നമുക്ക് എഴുതാം, നോട്ട് ചെയ്യാം. ഓക്കെ, 3 minutes മോർ ഉണ്ട്. നമുക്ക് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് അതൊന്ന് പറഞ്ഞു പോകാം. എന്തോ എൻഡ്യൂറൻസ് ഒന്നും കൂടി ഒന്ന് ഡെഫിനേഷൻ ഒന്ന് പറയോ? തീർച്ചയായും ഞാൻ എടുത്തു വെക്കാം കേട്ടോ. ചിലപ്പോ എല്ലാവരുടെയും PDF പ്രിന്റ് കാണില്ല. എൻഡ്യൂറൻസ്, സർവൈവൽ അല്ലെങ്കിൽ വിൽ പവർ, സ്റ്റാമിന. അവന് ഭയങ്കര സ്റ്റാമിന അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വിൽ പവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് ഹെൽത്ത് റിലേറ്റഡ് കമ്പണന്റ് ആണ് ഫിസിക്കൽ ഫിറ്റ്നസ്. ദാറ്റ് റിലേറ്റ്സ് ടു ദ മസിൽസ്, മസിലുമായിട്ട് റിലേറ്റഡ് ആണ്. എബിലിറ്റി ടു കണ്ടിന്യൂ ടു പെർഫോം വിത്തൗട്ട് വീക്ക്നെസ്. ഒരു കെട്ട് വിറക് അവനെ ഏൽപ്പിച്ചു, ആ വിറകെല്ലാം കീറി അടുക്കി വെക്കണം. വിത്തൗട്ട് വീക്ക്നെസ് ആ ജോലി അവൻ ചെയ്യുവാണ്, അവൻ ക്ഷീണിക്കുന്നില്ല. മീൻസ് അതിന്റെ മസിൽസിന്റെ എബിലിറ്റിയാണ് അത്. വീക്ക്നെസ് ഒന്നും ക്ഷീണമൊന്നും ഇല്ലാതെ പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൻ അത് ചെയ്യുന്നു. ദാറ്റ് ഇസ് എൻഡ്യൂറൻസ്. നമുക്ക് കൂടുതൽ പരിചയമുള്ള വേർഡ് എനിക്ക് തോന്നുന്നു സ്റ്റാമിന അല്ലെങ്കിൽ വിൽ പവർ ഒക്കെ ആയിരിക്കും. സർവൈവൽ എന്നും പറയാം, സർവൈവൽ എന്നും പറയും എൻഡ്യൂറൻസ്. ഇപ്പം ഉമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, 10 പേരുണ്ടാവും, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു ക്ഷീണമേ അല്ല, അവരതങ്ങോട്ട് പെട്ടെന്ന് തന്നെ ചെയ്യുന്നു. ദാറ്റ് മീൻസ് അത് അവരുടെ ഒരു സ്റ്റാമിന, വിൽ പവർ, എൻഡ്യൂറൻസ് ആണ്. അവർക്ക് ക്ഷീണമില്ലാതെ അവരത് പെർഫോം ചെയ്യുവാണ്. അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ വീട് ക്ലീൻ ചെയ്യുന്നത്, ചില ആളുകൾ അവർക്ക് ചിലപ്പോൾ കുക്കിങ്ങിനേക്കാളും ക്ലീനിങ് ആയിരിക്കും ഇഷ്ടം. അപ്പൊ അവരുടെ ഒരു വിൽ പവർ, സ്റ്റാമിന, എൻഡ്യൂറൻസ് എന്ന് പറയുന്നത് ക്ലീനിങ് അവർ ചെയ്യുന്ന ആ ആക്ഷൻ വിത്തൗട്ട് വീക്ക്നെസ് അവരത് ചെയ്യും. പിന്നെ ചില ആൾക്കാർ മറ്റുള്ളവരെ ഒരുക്കുന്നത് ബ്യൂട്ടീഷ്യൻസും ആവാം, അല്ലാതെ അതിനോടൊരു ഇഷ്ടമുള്ള ആളുകൾ ചെയ്യാറുണ്ടല്ലേ. നമ്മുടെ വീട്ടിലൊരു കല്യാണം എന്തെങ്കിലും വരുമ്പോൾ ബ്രൈഡിനെ ഒരുക്കണം, ബ്രൈഡിന്റെ റിലേറ്റീവ്സ്, അമ്മ, ആന്റിമാര്, കസിൻസ് ഇവരെയൊക്കെ ഒരുക്കണം. അപ്പൊ ചിലർ നിന്ന് അങ്ങനെ അവരെല്ലാം നല്ല ക്ഷമയോടുകൂടി ആദ്യത്തെ ഒരാളെ ചെയ്ത പോലെ തന്നെ 10ാമത്തെ ആളെയും ചെയ്യും. സോ ദാറ്റ് മീൻസ് അത് അവരുടെ ഒരു വിൽ പവർ ആണ്, സ്റ്റാമിന. അപ്പൊ ഓരോരുത്തരും ഓരോ പ്രൊഫഷനിൽ ഷൈൻ ചെയ്യുന്നത് തന്നെ ഇതുപോലുള്ള ക്വാളിറ്റീസ്, ആ ഒരു കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ പ്രൊഫഷനിലൊക്കെ ഷൈൻ ചെയ്ത് വരുന്നത്. ഇത് പറയുന്ന എല്ലാം അവർക്കുണ്ടാകും. ഇപ്പൊ ഒരു ബ്യൂട്ടീഷ്യന്റെ കാര്യം പറയുവാണെങ്കിൽ ദാറ്റ് മീൻസ് എൻഡ്യൂറൻസ്, സ്റ്റാമിന ഉണ്ട്, പിന്നെ സ്പീഡും ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതെല്ലാം പല കണ്ടന്റ്സും വരും. അപ്പൊ നമ്മളെ പറ്റി തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. എന്ത് കാര്യത്തിലാണ് എനിക്ക് കൂടുതൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരുന്നത്? സ്ട്രെങ്ത് വരുന്നത്, എൻഡ്യൂറൻസ് വരുന്നത്, ഫ്ലെക്സിബിലിറ്റി വരുന്നത്, സ്പീഡ് വരുന്നത്, എജിലിറ്റി വരുന്നത്, കോർഡിനേഷൻ. എനിക്ക് ഇതൊക്കെ ഒരു ക്വാളിറ്റീസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏതൊക്കെ വരുന്നു എന്ന് നമുക്കൊന്ന് സ്വയം അനലൈസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് എന്തോ ഇതിന്റെ PDF വിടൂലേ? കിട്ടിയിട്ടില്ല, കയ്യിൽ കിട്ടിയിട്ടില്ല ടെക്സ്റ്റ് ഒന്നും. അപ്പൊ ഇതിന്റെ PDF ചാനലിനോ അങ്ങനെ എന്തോ ഇല്ലേ നിങ്ങൾക്ക് മെസ്സേജസ് വരുന്നത്? അതില് PDF ഇട്ടിട്ട് ഗൂഗിൾ ക്ലാസ് റൂം അത് തന്നെ. ഈ തുടക്കത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻസ് ഒക്കെ വരും കേട്ടോ. ഈ ഗൂഗിൾ ക്ലാസ് റൂം
ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഞാനിത് ചോദിക്കാൻ കാരണം വെച്ചാല് ഞങ്ങൾക്ക് നമ്മള് ഫെസിലിറ്റേറ്റേഴ്സ് ഞങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂം ആക്സസ് ഇല്ല, സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ലേ. ലിങ്ക് ഇടുന്നതാവൂലേ? ഏതാ മിസ്സിന് നേരിട്ട് ലിങ്ക് ഇടുന്നതാവൂലേ ചോദിക്കാം. എനിക്ക് ഡീറ്റെയിൽസ് എല്ലാം എന്റെ കയ്യിൽ നേരിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാനൽ ഉണ്ട്, ആ ചാനലിലാണ് ഇത് നിങ്ങൾക്കുള്ള മെസ്സേജും കാര്യങ്ങളെല്ലാം വരുന്നത്. നമുക്ക് ആദ്യമൊക്കെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ തോന്നും, പിന്നെ അതൊന്ന് ശരിയാവും. അത് പരിചയമില്ലാത്തോണ്ടാണ് റെഡി. അതെ അതെ അതെ. പിന്നെ ഓരോ യൂണിറ്റ് കഴിയുമ്പോ മോക്ക് ടെസ്റ്റ് ഉള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇതിലാ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലാണോ? ഞാൻ കേറിണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, അത് പറഞ്ഞു മോക്ക് ടെസ്റ്റ് ഗൂഗിൾ ക്ലാസ് റൂമിലാണെന്നാണ് പറഞ്ഞത് മിസ്. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലാണ് മോക്ക് ടെസ്റ്റിന്റെ കാര്യത്തിൽ പറഞ്ഞത്. MCQ ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാകും, 4 ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് അത് ഏതാണോ കറക്റ്റ് ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ലിങ്ക് വഴിയായിരിക്കും അത്. അപ്പൊ തന്നെ മാർക്കും അറിയാൻ പറ്റും. അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഏതാന്ന് മനസ്സിലാവാനൊക്കെ പറ്റും. അങ്ങനെ പിന്നെ വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്താ വെച്ചാൽ ഞാൻ കുറച്ച് അസൈൻമെന്റും ആക്ടിവിറ്റീസും ഒക്കെ തരും, അതൊക്കെ ചെയ്യണം. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം, ആക്ടിവിറ്റി ചെയ്ത് കയ്യിൽ വെച്ചാൽ മതി. ഓക്കെ, ഓരോ യൂണിറ്റിന്റെയും റിലേറ്റ് ചെയ്ത് പറയും. അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നേക്ക് വെക്കരുത്, അപ്പൊ തന്നെ ചെയ്തു പോകാൻ നോക്കണം. നമ്മൾ ഓരോ യൂണിറ്റ് കഴിയുമ്പോ ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും. കാരണം ഒരു 2 months ആവുമ്പോഴേക്കും റെക്കോർഡ് റൈറ്റിംഗിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരും. അപ്പൊ പിന്നെ റെക്കോർഡ് എഴുതാനായിട്ട് വരും. റെക്കോർഡ് റൈറ്റിംഗ് തുടങ്ങുമ്പോഴേക്കും ഈ പറയുന്ന അസൈൻമെന്റും ആക്ടിവിറ്റിയും കുറയും. ഓക്കെ, അപ്പൊ അതൊക്കെ പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യണം. കാരണം നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുണ്ട്, കുട്ടികളുള്ളവർക്ക് കുട്ടികളുടെ കാര്യങ്ങൾ, പാരന്റ്സ് ഉണ്ടെങ്കിൽ പാരന്റ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാം, ഡ്യൂട്ടീസ് എല്ലാം ഷെഡ്യൂൾ ചെയ്യാം. പിന്നെ എന്തോ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്ന ആളാണ്. ആണോ? വെരി ഗുഡ്. അപ്പൊ നല്ലപോലെ ഷെഡ്യൂൾ ചെയ്താൽ മതി, നമുക്ക് പറ്റും. ദാറ്റ്സ് യുവർ എൻഡ്യൂറൻസ്, സ്റ്റാമിന, വിൽ പവർ. ഓക്കെ, എല്ലാതും ചെയ്യുന്ന ആൾ തന്നെയാണ്. എല്ലാത്തിലും ഇൻട്രസ്റ്റ് ആണ്. പല റോൾസ് ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ നമ്മള് അത് ഞാൻ ഓൺലൈനായിട്ട് ടീച്ച് ചെയ്യുന്ന ആളുമാണ്, ട്യൂഷനൊക്കെ എടുത്തു കൊടുക്കുന്ന. അത് ശരി. ഏത് സബ്ജക്റ്റാ? മാത്സ്. പിന്നെ എന്താ പിന്നെ വേറെ പറയാനുള്ളത്? അപ്പൊ പിന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ, കാരണം നമുക്ക് ഇത് ഓപ്ഷൻ ഉണ്ടല്ലോ, കറക്കി കുത്താം അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്ത് ചിലപ്പോൾ 5 മാർക്കിന്റെ ടോട്ടൽ 5 മാർക്കായിരിക്കും. 3 മാർക്ക് കിട്ടുമ്പോൾ നമുക്കൊക്കെ സങ്കടം വരും. ഒയ്യോ 2 മാർക്ക് പോയല്ലോ എന്ന്. അതുകൊണ്ട് ക്ലാസ് കറക്റ്റ് കേൾക്കുക. മീൻസ് ലൈവ് വരാൻ പറ്റുന്നവര് ലൈവ് വരിക, അല്ലാത്തവര് റെക്കോർഡ് ക്ലാസ് കേൾക്കുക. പിന്നെ തന്നിരിക്കുന്ന PDF ഒന്ന് വായിച്ച് നോക്കിയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. 5 മാർക്കും കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷല്ലേ? എത്ര 5 മാർക്കോ അതോ എത്ര മാർക്സ് ആണ് മോക്ക് ടെസ്റ്റ്? ഡിപ്പെൻസ്. നമ്മളുടെ യൂണിറ്റിന്റെ കണ്ടന്റ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും. ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചിലപ്പോൾ 6 ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ 8 ക്വസ്റ്റ്യൻസ് വരും. ചിലപ്പോൾ 2 യൂണിറ്റും കൂടി ചേർത്തിട്ടായിരിക്കും 10 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് തരിക. ചെറിയ യൂണിറ്റ്സ് ആണെങ്കിലേ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് കിട്ടില്ല, അധികം വരില്ല. കണ്ടന്റ്സിനനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യന്റെ നമ്പർ. എന്തായാലും മിനിമം 5, 4 ഒക്കെ കാണും. വൺ മോർ ഡൗട്ട്. ഇപ്പൊ മിസ് പറഞ്ഞില്ല, ഇപ്പൊ മോഡ്യൂൾ 1 യൂണിറ്റ് 1 യൂണിറ്റ് 2 അങ്ങനെ പല ടീച്ചേഴ്സും ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. സോ വിൽ ഇറ്റ് ബി ഓൺലി മോഡ്യൂൾ 1 മാത്രമായിരിക്കും അതോ? കാരണം മോഡ്യൂൾ ഇംഗ്ലീഷ് ഒക്കെ മോഡ്യൂൾ 2 വരുന്നത്. Module 2 only English. Module 3 means it is purely Montessori practical sessions ആണ്. ഡിവൈഡ് ചെയ്യും. ഇപ്പൊ എന്നോട് ഡിവിഷന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. യൂണിറ്റ് 1 എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പുതിയ ബാച്ച് ആണല്ലോ, അതൊക്കെ ഞങ്ങളൊന്ന് സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഇംഗ്ലീഷ് ടീച്ചർക്ക് ഇംഗ്ലീഷിന്റെ മൊഡ്യൂൾ 2 അത് അങ്ങനെ ഏത് ദിവസം ഏത് പോർഷൻ ആണ് എടുക്കുന്നത് വെച്ചാൽ വി ക്യാൻ ടേക്ക് ഔട്ട് പ്രിന്റ് ഔട്ട്സ്. ഐ ഹാവ് നോട്ട് ഓപ്റ്റഡ് ഫോർ ടെക്സ്റ്റ് ബുക്ക്. ഞാൻ PDF വഴിയാണ് നോക്കുന്നത്. സോ
Okay, fine. So I will do one thing. I will tell your concern to the authorities, so they can just schedule everything. Okay, miss. പറയാം, ഞാൻ ഇൻഫോം ചെയ്തേക്കാം. നിങ്ങൾക്കും ഒരു നമ്പർ എന്തോ തന്നിട്ടുണ്ടാവില്ലേ ആരുടെയൊക്കെയോ ഓഫീസിൽ വിളിക്കാനുള്ളത്. അതിൽ വെച്ച് നിങ്ങളുടെ കുറയോ ഡൗട്ട്സോ കൺസേൺസ് ഒക്കെ അറിയിക്കാം. അപ്പൊ അതിനനുസരിച്ച് അവർ അസൈൻ ചെയ്ത് തരും. ടൈം ടേബിൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമായിരിക്കും ഏത് ടീച്ചറാണ്. പിന്നെ സംടൈംസ് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ടീച്ചർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചിലപ്പോൾ ചെയ്യുമായിരിക്കും. എന്നാലും മാക്സിമം അത് ഒഴിവാക്കിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. Okay, thank you. എനിക്ക് തോന്നുന്നു ടൈം ടേബിൾ ആസ് പെർ ദ ടൈം ടേബിൾ തേഴ്സ്ഡേ നിങ്ങൾക്ക് എത്ര ക്ലാസ് ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. തേഴ്സ്ഡേ എനിക്ക് തന്ന എന്റെ ടൈം ടേബിള് ഒന്ന് ആ ഡേ പറഞ്ഞിട്ട് തേഴ്സ്ഡേയും ട്യൂസ്ഡേയും ആണ് എന്റെ ക്ലാസ് വരുന്നത്. ഓക്കെ ഓക്കെ ദെൻ ബൈ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ് സൈൻ ഇൻ ചെയ്യാനും സൈൻ ഔട്ട് ചെയ്യാനും റെഡി ആകുക. പ്രെയർ എഴുതാൻ പ്രെയർ ആരെങ്കിലും റെഡി ആവണമെങ്കിൽ റെഡി ആകുക, അല്ലെങ്കിൽ എന്റെ പ്രെയർ തന്നെ വായിക്കും. പക്ഷെ 1 വീക്ക് കഴിഞ്ഞ് എന്തായാലും പ്രെയർ റെഡി ആയിരിക്കണം കേട്ടോ. എല്ലാവരും എഴുതണം. സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. നോ പ്രോബ്ലം. Okay, miss. കെയർ ബൈ. Thank you. Bye. Thank you.